ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സാർ. കേൾക്കാം സർ. എക്കോ ഇല്ലല്ലോ? കേൾക്കാം സർ. ഓക്കെ ഓക്കെ ഓക്കെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. Yes, sir. ഓക്കെ. Yes, sir. ഗുഡ് ഈവനിങ് ഓൾ. Good evening. ഓക്കെ. Sir. എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ആരുണ്ടാകാൻ സാധ്യതയില്ല. എന്തായാലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈ കൃഷ്ണപ്രിയ ആദ്യത്തെ ബാച്ചിൽ ഉണ്ടായിരുന്നു നമ്മുടെ ഇല്ല അല്ലെ? ഇത് മൂന്നാമത്തെ ബാച്ചാണ്. കുറെ പേരുകളൊക്കെ പഴയ ബാച്ചിലുള്ളവരുടെ തന്നെയാണെന്ന് തോന്നുന്നു ഇതിലുള്ളത്. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. സ്മാർട്ട് ശ്രീയുടെ മൂന്നാമത്തെ ട്രെയിനിങ് സെഷനാണിത്. എൻ്റെ പേര് ഷാരോൺ കെ മീരാൻ എന്നാണ്. ഞാനൊരു ട്രെയിനർ, മോട്ടിവേഷൻ സ്പീക്കറും കരിയർ മെന്ററും ഒക്കെയാണ്. കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട്. മെയ് ബാച്ചാണല്ലേ? ഓക്കെ. എനിക്ക് ഒത്തിരി സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2 ബാച്ചുകളും, ഒരെണ്ണം മോണ്ടിസോറി ടീച്ചേഴ്സിന്റെ ബാച്ചായിരുന്നു, ഒന്ന് നിങ്ങളുടെ പോലെ തന്നെ HR-ഉം HRM കഴിഞ്ഞ കുട്ടികളുടെ ബാച്ചായിരുന്നു. സാധാരണ നമ്മളൊരു ഓൺലൈൻ ക്ലാസ് എടുക്കുമ്പോൾ റെസ്പോൺസ് വളരെ കുറവായിരിക്കും കുട്ടികളുടെ അടുത്ത് നിന്ന്. പക്ഷെ ഇതില് കഴിഞ്ഞ 2 ബാച്ചും ഭയങ്കരമായിട്ട് സജീവമായിട്ട് കൂടെ നിന്നു. നിങ്ങളും ഈ റെസ്പോൺസ് കാണുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വളരെ ആക്റ്റീവായിട്ട് നമുക്ക് അടുത്ത 3 ദിവസം ഇതിനെ കൊണ്ടുപോകണം. ഇന്നിപ്പോ ഞാനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ആരുടെ മൈക്ക് ഓൺ ആണ്? ആ മൈക്ക് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നന്നായിരുന്നു. എനിക്ക് തോന്നുന്നു പ്രീതിയുടെ ആണെന്ന് തോന്നുന്നു. പ്രീതിയുടെ മൈക്ക് ഒന്ന് ഓഫ് ചെയ്തു. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ 3 ദിവസത്തെ പരിശീലന പരിപാടി 3 മൊഡ്യൂളുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസം ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ, എന്താണ് ഇന്റർവ്യൂ, എങ്ങനെയാണ് ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. നാളെ നമ്മൾ കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് ഇന്റർവ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു എംപ്ലോയർ എന്നുള്ളതിനെ ഡിമാൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നാളെ നമ്മൾ ചർച്ച ചെയ്യുക. മൂന്നാമത്തെ ദിവസം ഒരു മോക്ക് ഇന്റർവ്യൂ പോലെ തന്നെ. അത് കഴിഞ്ഞ 2 ബാച്ചും എന്നോടൊപ്പം വളരെ സജീവമായിട്ട് പങ്കെടുത്തു. ഇന്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, അതിന് നമ്മളൊന്ന് എന്റെ അനുഭവത്തിൽ നിന്നും പിന്നെ നമ്മൾ കുറച്ച് റിസർച്ചിൽ നിന്നും കിട്ടിയ കാര്യങ്ങളൊക്കെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മോക്ക് ഇന്റർവ്യൂ എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാം, അതിനെ എങ്ങനെ വളരെ ഗ്രേസ്ഫുൾ ആയിട്ട് നമുക്ക് അതിനെ ഫേസ് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള കാര്യങ്ങളായിരിക്കും മൂന്നാമത്തെ ദിവസം വരിക. അപ്പൊ ആദ്യമായി പറയാനുള്ളത്, ഈ നമ്മുടെ ഒരു ജോബ് മാർക്കറ്റിൽ, ഞാൻ കഴിഞ്ഞ ബാച്ചിൽ ഞാൻ ഇതേ കഥ കുട്ടികളോട് പറഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ വേനൽക്കാലത്ത്, അതായത് 2025 എറണാകുളം മഹാരാജാസ് കോളേജിന്റെ സമീപത്ത് വെച്ച് ഒരു വലിയ ജോബ് ഫെയർ നടന്നു എറണാകുളത്ത്. ആ ജോബ് ഫെയറിൽ അതിൽ ഞാനും പങ്കെടുത്തിരുന്നു. ഞാനൊരു ഓർഗനൈസേഷന്റെ ഭാഗമായിട്ട് പങ്കെടുത്തിരുന്നു. അതില് ഒരു പ്രമുഖ വസ്ത്രവ്യാപാര ബ്രാൻഡ്, പ്രീതിയുടെ മൈക്കാന്ന് തോന്നുന്നു, അതൊന്ന് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ അഡ്മിൻ മ്യൂട്ട് ചെയ്താലും മതി. അതിൻ്റെ അകത്തൊരു ഡിസ്റ്റർബൻസ് ഉണ്ട് ആ മൈക്ക്. ഓക്കെ. അപ്പോ ആ ഒരു ജോബ് ഇന്റർവ്യൂ അല്ലെങ്കിൽ ആ ഒരു ജോബ് ഫെയറിൽ ഞാൻ പങ്കെടുക്കുന്ന സമയത്ത് ഒരു പ്രമുഖ വസ്ത്രവ്യാപാര ബ്രാൻഡ് അവിടെ ആളെ സെലക്ട് ചെയ്യാൻ വന്നിരുന്നു. അതില് ആ വ്യാപാര ബ്രാൻഡിന് വേണ്ടത് തയ്യൽക്കാരെയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും തയ്യൽ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന ജോലിയല്ലേ. എത്രയോ പേര് വീട്ടിലും അല്ലാതെയും ഒക്കെ ആയിട്ട് തയ്യല് പാർട്ട് ടൈം ജോലിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അല്ലാതെ തയ്യൽ പഠിച്ച് വീട്ടിലിരുന്ന് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ ഈ തയ്യൽ എന്ന് പറയുന്ന ജോബ് പഠിച്ച ആളുകളെയാണ് ഈ വസ്ത്രവ്യാപാര കമ്പനിക്ക് വേണ്ടത്. അവർ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്ന ശമ്പളം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഒരു തയ്യൽക്കാരന് ഒരു മാസം 1.5 ലക്ഷം രൂപയാണ് ശമ്പളം. ഒരു തയ്യൽക്കാരന് അവർ കൊടുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന സാലറി പാക്കേജ് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. പക്ഷെ അവരുടെ ഡിമാൻഡ് ഇതാണ്. ആ ഒരു ഇന്റർനാഷണൽ വസ്ത്രവ്യാപാര ബ്രാൻഡിന്റെ കൺസെപ്റ്റിനോട് അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ നോട്ടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വളരെ പ്രൊഫഷണൽ ആയിട്ട്, വളരെ എന്താ പറയുന്നത്, യാതൊരുവിധ പരാതികളും കസ്റ്റമേഴ്സിൽ നിന്ന് കേൾപ്പിക്കാതെ, ഇപ്പൊ അധികവും ഈ കടന്നവരോട് കൂടി ഡിസൈനിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ റോബോട്ടിക് ആമുകൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അവർക്ക് വേണ്ടത് സാധാരണ നമ്മുടെ നാട്ടിലെ ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരാളെ അല്ല, ഈ ടെക്നോളജി ഉപയോഗിച്ച് ആർക്കും ഒരു പരാതി ഇല്ലാതെ എങ്ങനെയാണ് നമ്മൾ ഒരു വസ്ത്ര വ്യാപാര ബ്രാൻഡിന്റെ അവരുടെ മൈക്ക് അൺമ്യൂട്ട് ആണല്ലോ സാർ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട് കേട്ടോ സാർ. എനിക്ക് തോന്നുന്നു എന്റെ സ്ക്രീനിൽ കാണുന്നത് ഒരു പ്രീതി എന്ന് പറയുന്ന പേരാണ്. അവരുടെ മൈക്ക് അൺമ്യൂട്ട് ആണ്. ഒന്ന് മ്യൂട്ട് ചെയ്യോ പ്ലീസ്.
അല്ലെങ്കിൽ സ്മാർട്ട് ശ്രീയിൽ റിജോ ഇതിനകത്ത് ജോയിൻ ചെയ്തിട്ടുണ്ടോ? റിജോ അഡ്മിൻ ആയതുകൊണ്ട് മ്യൂട്ട് ചെയ്യാൻ പറ്റുമായിരിക്കുമല്ലോ. എന്റെ ഓപ്ഷൻ മ്യൂട്ട് കാണുന്നില്ല. പ്രീതിയുടെ മൈക്ക് തന്നെയാണെന്നാണ് തോന്നുന്നത്. പ്രീതി കേൾക്കുന്നുണ്ടോ? ഓക്കെ സർ, ഡൺ. പ്രീതിയുടെ മൈക്കാണ്, എനിക്ക് മ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ റിജോ ഞാൻ ഫോണിൽ വിളിച്ച് പറയണോ? ഓഫാക്കി സാർ അത്. ഓക്കെ ശരി. ഓക്കെ, ഇപ്പൊ പ്രശ്നമില്ലല്ലോ. ഇല്ല, ഇപ്പൊ പ്രശ്നമില്ല. ഓക്കെ, റെഡി. അപ്പൊ നമ്മള് ഈ തയ്യൽക്കാരന്റെ കഥയാണ് നമ്മൾ പറഞ്ഞു വന്നത്. അപ്പൊ അത്രയും ശമ്പളം കൊടുക്കാമെന്ന് ആ കമ്പനി പറഞ്ഞിട്ടും അവർക്ക് അവരുടെ സ്പെക്കിന് മീറ്റ് ചെയ്യുന്ന രീതിയിൽ വസ്ത്രങ്ങൾ തയ്ക്കാൻ അറിയാവുന്ന തയ്യൽക്കാരെ അവർക്ക് കിട്ടിയില്ല. 120ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. വെറും 20 പേരെയാണ് കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമായ കൊച്ചിയിൽ വെച്ച് നടന്ന ഇന്റർവ്യൂവിൽ നിന്ന് അവർക്ക് കിട്ടിയത്. അതിനുശേഷം ഇതേ ജോബ് ഫെയർ തന്നെ പാലക്കാട് വെച്ച് നടത്തുകയുണ്ടായി. അതിന് ഞാൻ പോയിരുന്നു. അവിടുന്ന് അവർക്കൊരു 10-12 പേരെയാണ് കിട്ടിയത്. ഇപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ ജോബ് ഫെയർ കഴിഞ്ഞപ്പോ ഏതാണ്ട് 80ഓളം വേക്കൻസികൾ അപ്പോഴും ഓപ്പൺ ആയിരുന്നു. അതായത് മാസം 1.5 ലക്ഷം രൂപ ശമ്പളം ലഭിക്കുന്ന തയ്യൽക്കാരന്റെ ജോലിക്ക് നമ്മുടെ നാട്ടിൽ നിന്നും ഈ കേരളത്തിൽ നിന്നും ആളെ റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു ഇന്റർവ്യൂവിന് അതിന് ആളുകൾ കിട്ടാനില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ജോബുകൾ ഇല്ലാത്തതല്ല പ്രശ്നം. നമ്മളുടെ കഴിവുകളെ ഇൻഡസ്ട്രിക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് ആനുപാതികമായിട്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കഴിവുകളെ മാറ്റാതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം. അപ്പൊ നമ്മൾ ചോദിക്കും, നമ്മൾ ഈ ജോലി ചെയ്യുന്നതും അല്ലെങ്കിൽ നമ്മൾ ഈ പഠിച്ചതും ഒക്കെ ഇൻഡസ്ട്രിക്ക് വേണ്ടി മാത്രമാണോ സാർ എന്നൊരു ചോദ്യമുണ്ട്. പക്ഷെ അതില് അങ്ങനെ തുറന്നു പറയുന്നതിൽ നമ്മൾ അതിന് യാതൊരു മടിയും വിചാരിക്കേണ്ട. ഈ ആധുനിക ഇൻഡസ്ട്രിയിൽ അവർക്ക് വേണ്ടത് പണി അറിയാവുന്ന ആളുകളെയാണ്. പണി അറിയാവുന്ന ആളുകൾ എവിടെയും ഉണ്ടോ അവരെയൊക്കെ ഹയർ ചെയ്യാൻ ആളുകളുണ്ട്. ഇന്നത്തെ എന്റെ ഒരു അനുഭവം, ഞാനിങ്ങനെ പലപ്പോഴും ഈ ക്ലാസ് എടുക്കാൻ പോകുന്ന കാരണം എന്റെ നിത്യത്തെ അനുഭവങ്ങളാണ് സാധാരണ ആളുകളോട് പറയാറ്. ഇന്ന് രാവിലെ ഞാൻ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ആ വർക്ക്ഷോപ്പില് ആകെ 3 പേരേ ഉള്ളൂ. അതിന്റെ ഓണർ ഉൾപ്പെടെ 4 പേര്, ഓണറും 3 പണിക്കാരേ ഉള്ളൂ. 3 പണിക്കാരെന്ന് പറയുന്നത് ചെറിയ പയ്യന്മാരാണ്. ഒരു 20-25 വയസ്സ് പ്രായമുള്ള ആളുകളാണ്. പിന്നെ ഒരു 6 മാസം മുമ്പ് അവിടെ പോയപ്പോൾ കണ്ട ടെക്നീഷ്യന്മാർ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയാണ്, സാറേ ഈ വർക്ക്ഷോപ്പ് ഫീൽഡ് കൊണ്ടുവന്ന് നടക്കാൻ അത്ര എളുപ്പമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഈ മേഖലയിലേക്ക് ആരും വരുന്നില്ല. സ്കിൽ, ആ പുള്ളി ഇങ്ങോട്ട് ഉപയോഗിച്ച വാക്കാണ് സ്കിൽ എന്ന് പറയുന്നത്. സ്കില്ലുള്ള ഒരുത്തിനെയും നമുക്ക് എന്റെ ഒരു വർക്ക്ഷോപ്പിന്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് ഞാൻ കൊടുക്കുന്ന ശമ്പളത്തിൽ ആരും എന്റെ കൂടെ നിൽക്കില്ല. ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ ജീവനക്കാരും ഇവിടുത്തെ ഇരട്ടി ശമ്പളത്തിൽ ഇന്ന് പലയിടത്തും വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അതൊരു എന്നെ സംബന്ധിച്ച് ഒരു ഓപ്പണിംഗ് ആണ്, ഒരു തിരിച്ചറിവാണ്. കാരണം കഴിഞ്ഞ തവണ ഞാൻ സർവീസിന് ചെന്നപ്പോൾ ഞാൻ സംസാരിച്ചിരുന്ന 1-2 പയ്യന്മാർ, അവർ മിടുക്കരാണ്, അവരുടെ സംസാരത്തിൽ നമുക്കറിയാം. അവർ ഇവിടെ കിട്ടിയിരുന്നതിനേക്കാൾ ഇരട്ടി ശമ്പളത്തിൽ ഇന്ന് എറണാകുളത്ത് വലിയ വർക്ക്ഷോപ്പുകളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെയും അവരെ ഇരട്ടി ശമ്പളത്തിലേക്ക് എത്തിച്ച ആ ഒരു കാര്യം എന്ന് പറയുന്നത് സ്കിൽ എന്ന് പറയുന്ന സാധനമാണ്. ഈ മറ്റൊരു കാര്യം, ഞാൻ 1-2 കാര്യം തന്നെ ആമുഖമായി പറഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളിൽ കിടക്കുന്നുള്ളൂ. നിങ്ങള് എന്റെ ഒരു കൂട്ടുകാരനാണ്, അവന്റെ പേര് മുഹമ്മദ് അജ്മൽ എന്നാണ്. യൂട്യൂബിൽ XY ലേണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്നറിയില്ല. അജ്മൽ IIT മദ്രാസിലാണ് ബിടെക്കും MTechും പഠിച്ചത്. ഞാൻ അറിയുന്ന എന്റെ കൂട്ടുകാരിൽ എനിക്ക് ഏറ്റവും ബഹുമാനമുള്ള ഒരു സുഹൃത്താണ് അജ്മൽ. നല്ലൊരു ബുദ്ധിജീവിയാണ്. അപ്പൊ ഇവന് ഇന്റൽ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്നറിയില്ല. കമ്പ്യൂട്ടറിന്റെ മദർ ബോർഡുകളും ചിപ്പുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. ഇവന് IIT മദ്രാസിൽ നിന്ന് ക്യാമ്പസ് സെലക്ഷൻ വഴി കേട്ടിട്ടുണ്ടല്ലോ ഇന്റൽ എന്നുള്ളത്. ഓക്കെ, IIT മദ്രാസിൽ നിന്ന് ഇവന് ക്യാമ്പസ് സെലക്ഷൻ വഴി ഇന്റലിലേക്ക് ജോലി കിട്ടുകയാണ്. ഒരു വർഷം ഏതാണ്ട് 10 മുതൽ 12 ലക്ഷം രൂപ വരെ ഇനിഷ്യൽ സാലറി പാക്കേജ് ആയിരുന്നു അവന്. പിന്നീട് 4-5 വർഷം അവനോട് ജോലി ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു മാസം 5 മുതൽ 6 ലക്ഷം രൂപ വരെ, അതിപ്പോ 7 ലക്ഷം രൂപ വരെ എത്തിയെന്നാണ് അവൻ പറയുന്നത്. ഒരു മാസം 7 ലക്ഷം രൂപ വരെ കിട്ടുന്ന ജോലി അവനുണ്ടായിരുന്നു. ഈ 2 വർഷം മുമ്പ്, 3 വർഷം മുമ്പ് കോഴിക്കോട് വെച്ച് ഇതുപോലെ കുട്ടികളുടെ ഒരു ക്യാമ്പില്, ഒരു 3 ദിവസത്തെ ക്യാമ്പാണ്. അപ്പൊ ഞാനും ഉണ്ട്, അജ്മലും ഉണ്ട്, അങ്ങനെ കുറെ ആളുകൾ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട്. ഇതുപോലൊരു വൈകുന്നേരം നല്ല ചൂടുള്ള സമയമാണ്. ഇതുപോലൊരു ഏപ്രിൽ മാസത്തിൽ കോഴിക്കോട് സാഫി എന്ന് പറയുന്ന ഒരു കോളേജിന്റെ ഒരു ഹിൽ ടോപ്പിലാണ് ഞങ്ങൾ ഇങ്ങനെ വൈകുന്നേരം കുട്ടികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സെഷൻ കഴിഞ്ഞപ്പോൾ അജുവിനോട് പറയുന്നത്, ഷാരോടെ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. എന്താണ്? ഞാൻ ഇന്ത്യയിലെ ജോലി രാജിവെക്കുകയാണ്. ഞാൻ വിചാരിച്ചു ഇവന് ശരിക്കും ഭ്രാന്താണ്. അതായത് ഒരു മാസം 6 മുതൽ 7 ലക്ഷം രൂപ വരെ ജോലി കിട്ടുന്ന
സാലറി കിട്ടുന്ന ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഇവൻ ഈ കേരളത്തിൽ എന്ത് ചെയ്യാനാണ്? അപ്പൊ ഞാൻ ചോദിച്ചു, നീ ശരിക്കും ആലോചിച്ചിട്ടാണോ തീരുമാനമെടുത്തത്? അതേടാ, എനിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല, ഞാൻ വളരെ സ്റ്റഡീഡ് ആണ്. എനിക്കിങ്ങനെ ഒരു മാസം 7-8 ലക്ഷം രൂപ കിട്ടിയിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൻ എന്തോ ഈ ഫിലോസഫിയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ചേതോവികാരം അവന്റെ അകത്ത് ഉണ്ടാകും, അതുകൊണ്ടായിരിക്കും അവൻ ആ ജോലി ഉപേക്ഷിച്ച് മറ്റു കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് ഞാനിങ്ങനെ. അപ്പൊ ഞാൻ വീട്ടിൽ വന്ന് എന്റെ ഭാര്യയും ഇവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തു. അജ്മൽ ഇങ്ങനെ തീരുമാനമെടുത്തു. അപ്പൊ വീട്ടുകാരും ചോദിച്ചു, ഇവൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇവൻ ഇത്രയും ബ്രില്യന്റ് ആയിട്ടൊരു മനുഷ്യനില്ലേ? അങ്ങനെ അജ്മൽ അത് കഴിഞ്ഞ് എക്സ് ആൻഡ് വൈ ലേണിംഗ് എന്ന് പറയുന്ന, യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാം, കുട്ടികൾക്ക് എൻട്രൻസ് കോച്ചിങ് കൊടുക്കുന്നു. അതായത് IIT-കളിലേക്കും NIT-കളിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് നാഷണൽ പ്രോവിൻസിലേക്ക് എൻട്രൻസിന് കുട്ടികളെ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇപ്പോ ഈ പാലാ ബ്രില്യന്റ് പോലെ, സൈലം ഒക്കെ പോലെ കോച്ചിങ് കൊടുക്കുന്ന ഒരു ഓൺലൈൻ കംപ്ലീറ്റ് പരിപാടികൾ ഓൺലൈനാണ്. ഓഫ്ലൈൻ ആയിട്ട് അവർക്ക് കോഴിക്കോട് ഹൈലൈറ്റ് മാളില് ഒരു 300 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ഓഫീസ് മാത്രമേ ഉള്ളൂ. അവിടെ അവരൊരു 5-8 പേരുണ്ട്, വേറെ ആരും അവർക്ക് ഇല്ല. അപ്പൊ അങ്ങനെ അജ്മൽ ഈ പരിപാടി തുടങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ വീണ്ടും ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഇവനെ കണ്ടു. അപ്പൊ ഞാൻ ചോദിച്ചു, എത്ര കുട്ടികൾ പഠിക്കുന്നുണ്ട്? ഞാൻ പറഞ്ഞു, ഏകദേശം 4000-ഓളം കുട്ടികൾ ഇപ്പൊ പഠിക്കുന്നുണ്ട്. ഞങ്ങൾ ഇനി അഡ്മിഷൻ കൊടുക്കുന്നില്ല, കാരണം ഞങ്ങളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റാത്ത അത്ര കുട്ടികൾ വന്നു. ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ശരാശരി 25,000 രൂപ മുതൽ 30,000 രൂപ വരെയാണ് ഫീസ് വാങ്ങുന്നത് എന്ന് പറഞ്ഞു. ഒരു ആവറേജ് ആണ്. അതിനേക്കാൾ കൂടുതൽ പ്രീമിയം കാറ്റഗറി കുട്ടികൾ വേറെയുണ്ട്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഒരു 30,000 രൂപ വെച്ചൊരു കുട്ടിയുടെ കയ്യിൽ നിന്ന് കിട്ടിയാലും 4000 സ്റ്റുഡൻസിന്റെ കയ്യിൽ നിന്ന് ഒരു എന്താ പറയുക, ഒരു ട്രെയിനിങ് സെഷന് അവർ വാങ്ങുന്ന പൈസ ഇന്ത്യയിൽ അജ്മലിന് കിട്ടിയിരുന്ന സാലറിയേക്കാളൊക്കെ എത്രയോ വലിയ സാലറിയാണ്. അപ്പോ ഞാൻ പറയുന്നത്, അജ്മൽ എന്ന് പറയുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള IIT മദ്രാസിൽ പഠിച്ച ഒരാള് അത് ഉപേക്ഷിച്ച് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ബുദ്ധി മാത്രമല്ല, അവന് ആ ഒരു ബിസിനസ് തുടങ്ങി അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്ത് വിജയിപ്പിക്കാനുള്ള ഒരു സ്കില്ല് അവന്റെ അടുത്തുണ്ടായിരുന്നു. അജ്മൽ എവിടെ ക്ലാസ് എടുക്കാൻ പോയാലും യൂട്യൂബിൽ നിങ്ങൾ സെർച്ച് ചെയ്താൽ അറിയാം, അവൻ സംസാരിക്കുമ്പോഴൊക്കെ അതിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, യു ഷുഡ് അപ്പ് സ്കിൽ. നിങ്ങളിപ്പോ ഈ HR കോഴ്സ് അല്ലെങ്കിൽ HRM കോഴ്സ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കുറച്ച് സ്കില്ലുകൾ ഉണ്ടായിട്ടുണ്ട്. ആ സ്കില്ലുകളെ നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ ഇൻഡസ്ട്രിക്ക് അനുയോജ്യമായിട്ട് നിങ്ങൾ അപ്പ് സ്കില്ല് ചെയ്യാൻ റെഡി ആയിട്ട് വേണം നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതും മറ്റുള്ള ഇന്റർവ്യൂസിനൊക്കെ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എത്ര പേര് ഈ കൂട്ടത്തിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവരുണ്ട് എന്ന് ജസ്റ്റ് ഒന്ന് തംസപ്പെടാമോ? ഏകദേശം ഒന്നറിയാം. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞിട്ട് ഓക്കെ, പലരും ഉണ്ട്. താങ്ക് യു. യെസ്, പലരും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഒരു സിമ്പിൾ ആയിട്ടൊരു ചോദ്യമാണ്. ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജോബ് ഓപ്പണിങ്ങിന് നിങ്ങൾ നേരിടാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന കാര്യം എന്താണ്? അടുത്ത മാസം അല്ലെങ്കിൽ അടുത്ത ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞ് ഒരു ഹോസ്പിറ്റലിൽ ഒരു HR-ന്റെ വേക്കൻസി ഉണ്ട്, അവിടേക്ക് ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ്. അപ്പോ മുതൽ യെസ്, അജ്മിന കറക്റ്റ് ആയിട്ട് പറഞ്ഞു, താങ്ക് യു, ഐ റെസ്പെക്ട് ഓണസ്റ്റി. ഇങ്ങനെ തുറന്നു പറയുന്ന ആളെ എനിക്ക് ഇഷ്ടമാണ്. സൻഹേം അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫിയർ, ഡിജി ദേവസി അത് തന്നെ പറഞ്ഞിട്ടുണ്ട്. ടെൻഷൻ, യെസ്, വളരെ കറക്റ്റ് ആണ്. ടെൻഷൻ, ഓക്കെ. പേടി, ടെൻഷൻ, ഫിയർ എന്നൊക്കെ പറയുന്ന ഈ സാധനം തന്നെയാണ്. കഴിഞ്ഞ ബാച്ചിനോട് ചോദിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയത് ടെൻഷൻ എന്ന് പറയുന്ന വാക്കാണ്. ഈ പേടി, താങ്ക് യു, എല്ലാവർക്കും നന്ദി കേട്ടോ, നിങ്ങൾ വളരെ കറക്റ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഈ പേടിയാണ്, നെർവസ് ആവുക, ടെൻഷൻ അടിക്കുക, ഇതൊക്കെ നമ്മുടെ ഈ മറ്റന്നാൾ ഒരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് മുതലേ നമ്മുടെ ഉറക്കം പോകും. പിന്നെ നമ്മൾ ഉറങ്ങാതാകും, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലാന്ന് തോന്നും, നമ്മൾ ഭയങ്കര നെർവസ് ആകും, നമ്മൾ അടുത്തിരിക്കുന്ന ആളോട് ചിലപ്പോൾ ദേഷ്യപ്പെടും. വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ കുട്ടികളോട് ആ ദേഷ്യം കാണിക്കും, ഹസ്ബൻഡിനോട് നമ്മൾ ദേഷ്യം കാണിക്കും, അച്ഛനമ്മയോട് ദേഷ്യം കാണിക്കും. ഇത് ഞാനും നിങ്ങളും മാത്രമല്ല, ലോകത്തിലുള്ള ആരോട് ചോദിച്ചാലും, ഇപ്പൊ ഗൂഗിളിന്റെ CEO ആയിരിക്കുന്ന ആളോട് ചോദിച്ചാലും, സുന്ദർ പിച്ചായിനോട് നിങ്ങൾ ചോദിച്ചാലും, മൈക്രോസോഫ്റ്റിന്റെ സത്യ നദല്ലയോട് ചോദിച്ചാലും, ഇറാൻ-ഇറാഖ് യുദ്ധം അല്ലെങ്കിൽ പലസ്തീൻ-ഇസ്രായേൽ യുദ്ധം അല്ലെങ്കിൽ അമേരിക്ക നടത്തുന്ന ഇന്റർവെൻഷൻ, ഇതിലൊക്കെ കീ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾ ഒരു യുദ്ധത്തെ എങ്ങനെ നിയന്ത്രിക്കണം എന്നൊക്കെ ഉള്ള, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, MA യൂസഫ് അലിയോട് ചോദിച്ചാലും, ഡോക്ടർ ഗൾഫാർ മുഹമ്മദ് അലിയോട് ചോദിച്ചാലും, രവി പുള്ളിയോട് ചോദിച്ചാലും ഒക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഉത്തരം എന്ന് പറയുന്നത്, ഇവർക്കൊക്കെ ഇവരൊക്കെ തുടങ്ങിയ സമയത്ത്
അതായത് എം എ യൂസഫ് അലി ആയത് മലയാളത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ്. ഇവരൊക്കെ ഇങ്ങനെ ഒരു വലിയ പ്രസ്ഥാനവുമായി മുന്നോട്ട് വന്നിരുന്ന സമയത്ത് ഇവരുടെ എല്ലാം മനസ്സിലുണ്ടായിരുന്ന ഒരു സാധനം പേടിയാണ്. പേടിയില്ലാതെ അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ആരും ഇന്നേ വരെ ലോകത്തൊരു കാര്യം ചെയ്തിട്ടില്ല. പേടിയെ അല്ലെങ്കിൽ ടെൻഷനെ മറികടക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിനെ അക്സെപ്റ്റ് ചെയ്ത്, ഞാൻ എപ്പോഴും ക്ലാസ്സുകളിൽ പറയാറുള്ള ഒരു കാര്യം, യു ഷുഡ് ടേക്ക് ഇറ്റ് ഹെഡ് ഓൺ എന്ന് പറയും. ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് വണ്ടികൾ നേർക്ക് നേരെ കൂട്ടിയിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആക്സിഡന്റിനാണ് നമ്മൾ ഹെഡ് ഓൺ കൊളീഷൻ എന്ന് പറയുന്നത്. നേർക്ക് നേരെ കൂട്ടിയിടിക്കുക. അല്ലെങ്കിൽ ഒരു ആന നമ്മളെ കുത്താൻ വരുമ്പോൾ നമ്മൾ ആനയുടെ മുമ്പിൽ ചെന്ന് നിൽക്കുമ്പോൾ ആന നമ്മൾ ഇടിച്ചു തെറിപ്പിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അങ്ങനെ ഒരു ആനയെ നമ്മൾ കുത്താൻ വരുന്ന ഒരു ആനയെ നമ്മൾ സധൈര്യം നെഞ്ചി പിടിച്ച് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസത്തിനാണ് നമ്മൾ ഹെഡ് ഓൺ എന്ന് പറയുന്നത്. അതായത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കൂട്ടിയിടി. ഇങ്ങനെ കൂട്ടിയിടിച്ച് അങ്ങനെ ടെൻഷനുമായുള്ള അപകടത്തിൽപ്പെട്ട് അതിൽ നിന്ന് റിക്കവർ ആവാതെ ലോകത്തിൽ ആരും ഇന്നേ വരെ വിജയിച്ചിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് വേറെ പല കാര്യങ്ങളും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്ന പോലെ വേണ്ടി തള്ളിമറിക്കാം. സത്യം ഇതാണ്. നിങ്ങളുടെ ഒത്തിരി നന്മകളുള്ള ആളുകളാണ് നിങ്ങൾ. പ്രത്യേകിച്ച് സ്മാർട്ട് ഫ്രീയിലെ ആദ്യത്തെ 2 ബാച്ചിനോട് എനിക്ക് ഒത്തിരി സ്നേഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നമ്മൾ അങ്ങനെ വലിയ വലിയ മുതലാളിമാരോ അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളോ അല്ലെങ്കിൽ നമുക്ക് നാളെ മുതൽ ജോലി വേണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും ജീവിക്കാൻ, നമുക്ക് ജീവിതം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാം പണം ആവശ്യമാണ്. പണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കഷ്ടപ്പാടുകളെല്ലാം നമുക്കുള്ളത്. അപ്പോ അങ്ങനെയുള്ള നിങ്ങളോട് തുറന്നു പറയുകയാണ്, ഈ ടെൻഷനെ നിങ്ങൾ നേരിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡന്റിൽ നിന്ന് നിങ്ങൾ റിക്കവർ ആകാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഇന്റർവ്യൂവിനെ മര്യാദയ്ക്ക് ഫേസ് ചെയ്യാൻ പറ്റില്ല. ഇനി ചോദിക്കട്ടെ, നിങ്ങൾ ഈ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഈ പേടി എന്ന് പറയുന്ന സാധനം എവിടെ നിന്നാണ് വരുന്നത്? അതായത് എന്ത് കാര്യത്തിനെയാണ് നിങ്ങൾ പേടിക്കുന്നത്? അതായത് ഇന്റർവ്യൂവിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ, ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റാതെ വരുമോ? അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ലാംഗ്വേജ് പ്രോബ്ലം, വളരെ നല്ലൊരു കാര്യമാണ് ലിജി പറഞ്ഞിട്ടുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ വരുന്ന ദിവസം ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഒരു വലിയ പ്രോബ്ലമാണ്. പിന്നെ ലാംഗ്വേജ് മാത്രമല്ലാതെ ടെൻഷൻ അടിച്ചിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പറയാൻ ഇംഗ്ലീഷ് പേടിക്കുന്നു. അതൊരു വലിയ പ്രശ്നമാണ് നമ്മുടെ മലയാളികളുടെ. പിന്നെ വേറെ ഈ പഠിച്ച കാര്യങ്ങളൊന്നും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ മറന്നു പോയിട്ട് നമ്മൾ പരീക്ഷ കഴിഞ്ഞു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് എന്താ വരുന്നത് എന്നോർത്ത് ക്വസ്റ്റ്യനെ തന്നെയാണ് നിങ്ങൾ പേടിക്കുന്നത്. അധികവും പേര് ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആളെ കാണുമ്പോൾ മറവി ഒരു വലിയ ബാധയാണ് കേട്ടോ. ജോബ് കിട്ടുമോ എന്നുള്ള ടെൻഷൻ. ഓക്കെ, ഇതെല്ലാം നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മറവി ഒരു വലിയ പ്രശ്നമാണ്. അപ്പോ നിങ്ങള് സ്ട്രെസ് ഉണ്ടാകും. ഓക്കെ, തീർച്ചയായിട്ടും സ്ട്രെസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങൾ സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കറക്റ്റ് ആയിട്ട് അവിടെ അവതരിപ്പിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്താണ് സംസാരിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, ഓക്കെ, ഇതൊക്കെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഈ പേടിയെ ഞാൻ ആദ്യം പറഞ്ഞു, പേടിയെ നിങ്ങൾ മറികടക്കാൻ വേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ആവശ്യത്തിന് നോളജ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്റെ അനുഭവത്തിൽ പറഞ്ഞാൽ, ഞാൻ ചെറുപ്പം മുതലേ സ്കൂളുകളിൽ പ്രസംഗ മത്സരത്തിന് പങ്കെടുക്കുന്ന ഒരാളാണ്. ഇംഗ്ലീഷ് പ്രസംഗമായാലും മലയാളം പ്രസംഗമായാലും, ഹിന്ദി എനിക്ക് അത്ര വശമില്ല. സ്കൂളിൽ എസ്സേ റൈറ്റിംഗ് കോമ്പറ്റീഷൻ, ക്വിസ് മത്സരങ്ങൾ, അതുപോലെ തന്നെ പ്രസംഗ മത്സരം, ഇത് മൂന്നും എന്റെ ഒരു ഏരിയ ആണ്. ഇനി ആദ്യമൊക്കെ സ്റ്റേജിൽ കയറുന്ന സമയത്ത് എന്റെ പപ്പ ഇപ്പൊ ഇല്ല, പപ്പ 2013 മരണപ്പെട്ടു. ഈ പപ്പ എന്നെ ചെറുപ്പത്തിൽ എനിക്ക് ആദ്യമൊക്കെ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പ്രസംഗിക്കാൻ പോകുന്നതിന് ഒരാഴ്ച മുമ്പേ തന്നെ പപ്പ എനിക്കൊരു പ്രസംഗം എഴുതി തരും. ആ പ്രസംഗം ഞാൻ വായിച്ച് പഠിക്കും, ഞാൻ ബൈഹാർട്ട് ചെയ്യും. എന്നിട്ട് മൈക്കിന് മുന്നിൽ പോയി നല്ല അസലായിട്ട് പ്രസംഗിച്ചിട്ട് തിരിച്ചിറങ്ങിപ്പോരും. അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സ്കൂളിലൊരു ഓണം സെലിബ്രേഷനുമായി ബന്ധപ്പെട്ട് ഞാൻ പ്രസംഗിക്കുകയാണ്. അപ്പൊ ഒരു 3.5-4 മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്. ഗംഭീരമായ പ്രസംഗമാണ്. പപ്പ നന്നായിട്ട് എഴുതി തന്നു. ഞാനത് ഒരു 3.5 മിനിറ്റോളം ഞാൻ നിർത്താതെ അടിപൊളിയായി പ്രസംഗിച്ചു. പക്ഷെ അവസാനത്തെ 2 സെന്റൻസുകൾ എന്താണ് എന്ന് ഞാൻ ലാസ്റ്റ് മറന്നുപോയി. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അവസാനത്തെ 2 സെന്റൻസ് പറഞ്ഞില്ലെങ്കിലും എന്തെങ്കിലും ഒരു 1-2 സെന്റൻസ് എന്റെ കയ്യിൽ നിന്ന് ഇട്ട് അത് പറഞ്ഞ് വളരെ ഭംഗിയായി അവസാനിപ്പിച്ച് എനിക്ക് ഇറങ്ങിപ്പോരാ. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, എന്റെ പോക്കറ്റിൽ കിടന്ന പേപ്പർ എടുത്ത് ഞാൻ നോക്കി, അവസാനത്തെ 2 സെന്റൻസുകൾ ഞാൻ നോക്കി വായിച്ചു. അതുകൊണ്ട് എനിക്ക് കിട്ടേണ്ട ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് ആയി പോയി. ഞാൻ പറയുന്നത്, ആ സമയത്ത്
എനിക്ക് എന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം തനിയെ ഒരു മൈക്കിന് മുന്നിൽ നിന്ന് പറയാൻ, അല്ലെങ്കിൽ എന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ ആ സദസ്സിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഒരു സ്കില്ല് എനിക്കില്ലായിരുന്നു. ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്, എനിക്കൊരു പ്രസംഗം നേരത്തെ ഒരാൾ എഴുതി തരുന്നു, അത് ഞാൻ വളരെ കറക്റ്റായിട്ട് ബൈഹാർട്ടായിട്ട് പഠിച്ചുകൊണ്ട് പോകുന്നു, അത് ഞാൻ അങ്ങനെ തന്നെ അവിടെ പോയി അവതരിപ്പിക്കുന്നു, കൈയ്യടി കിട്ടുന്നു. അവതരിപ്പിക്കാൻ ഒരു കഴിവുള്ളത് കൊണ്ട് ആ പഠിച്ച കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കാനുള്ള സമ്മാനം കിട്ടും എന്നുള്ളത് കൊണ്ട് എനിക്ക് സമ്മാനം കിട്ടി ഞാൻ പോകും. പക്ഷേ നമ്മൾ അത് കഴിഞ്ഞ് പിന്നെ ഡിബേറ്റ് കോമ്പറ്റീഷനുകൾക്ക് പോകും. ഡിബേറ്റ് കോമ്പറ്റീഷന് പോകുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ നമുക്ക് ഈ ടോപ്പിക്ക് തരും. നമുക്ക് ഒരു ഡിബേറ്റ് തുടങ്ങുന്നതിന് 5 മിനിറ്റ് മുമ്പ് അല്ലെങ്കിൽ 10 മിനിറ്റ് മുമ്പേ നമുക്ക് ടോപ്പിക്ക് തരും. അപ്പോ നമുക്ക് ചുറ്റുമുള്ള ടീമുകൾ എല്ലാവർക്കും 5 മിനിറ്റ് മുമ്പാണ് കിട്ടുകയുള്ളൂ. ഡിബേറ്റ് കോമ്പറ്റീഷന് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മുടെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഡിബേറ്റ് കോമ്പറ്റീഷനിൽ വിജയിക്കാൻ പറ്റൂ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ, ഞാൻ പഠിക്കുന്നത് ഒരു ആർട്സ് കോളേജിലാണ്, മിക്കവാറും സമ്മാനം കിട്ടുന്നത് ഈ ലോ കോളേജിൽ നിന്ന് വരുന്ന ആളുകൾക്കാണ്. ലോ കോളേജിൽ പഠിക്കുന്നത് വക്കീലാവാൻ പഠിക്കുന്ന ആളുകളാണല്ലോ. ഇവര് കോടതിയിൽ വാദിക്കാനാണ് ഈ കോളേജിൽ പഠിക്കുന്നത്. അപ്പൊ ഇവരുടെ ഉള്ളിൽ ഈ രാഷ്ട്രീയം, അതുപോലെ തന്നെ നയതന്ത്രം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ്, ഇവരൊക്കെ ഈ കൃത്യമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ അപ് ടു ഡേറ്റ് ആയതുകൊണ്ട് അവർക്ക് കോമൺ ആയിട്ടുള്ള ഏത് ടോപ്പിക്ക് കിട്ടിയാലും ഒന്നും മടിക്കാതെ അവരുടെ ഉള്ളിൽ നിന്ന് പറയാൻ പറ്റും. ഞാൻ പറയുന്നത്, നിങ്ങളുടെ ഉള്ളിലും നമുക്ക് ചുറ്റും നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ, കേരളത്തിൽ ജീവിക്കുമ്പോൾ, ഈ നാടിന്റെ പാസ്പോർട്ടും ആധാർ കാർഡും മണ്ണും വെള്ളവും വായും ഒക്കെ നമ്മളിങ്ങനെ ആസ്വദിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട് ഒരു അവബോധം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നിങ്ങളിപ്പോ HR അല്ല, HRM അല്ല, മോണ്ടിസോറി കോഴ്സ് അല്ല, എന്ത് കോഴ്സ് പഠിച്ചാലും ഒരു ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സബ്ജക്റ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ സിലബസ് പഠിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്നും പറയാൻ പറ്റും. കാരണം നിങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ആ സബ്ജക്റ്റിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട്, നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു നോളജ് അതേപ്പറ്റി ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിന്റെ പുറമേ ഉള്ള ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ആണ്, ഓക്കെ, ഇതിന് പുറമേ ഉള്ള കാര്യങ്ങളും, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്. ഇപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ HRM ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളോട് നാനോ ടെക്നോളജിയെ പറ്റിയോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിനെ പറ്റി ചോദിക്കുമെന്നുള്ളതല്ല ഞാൻ ചോദിച്ചത്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളുകൾ ഈ കൂട്ടത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ അടുത്തയിടെ അല്ലെങ്കിൽ കഴിഞ്ഞ 2-3 വർഷത്തിനിടയ്ക്ക് കേരളത്തിന്റെ ഹോസ്പിറ്റൽ രംഗത്തുണ്ടായ ഒരു വലിയ മാറ്റമുണ്ട്. അതെന്താണെന്ന് ആർക്കെങ്കിലും ജസ്റ്റ് ഒന്ന് കമന്റ് ഇടുവോ അല്ലെങ്കിൽ ഒന്ന് മൈക്ക് ഓൺ ആക്കി പറയുകയോ ചെയ്യാൻ പറ്റും? പ്രത്യേകിച്ചും കേരളത്തിലെ വലിയ വലിയ ഹോസ്പിറ്റലുകളിൽ സംഭവിച്ചിരിക്കുന്ന ഒരു വലിയ ഷിഫ്റ്റ് ഉണ്ട്, ഒരു വലിയ മാറ്റമുണ്ട്. അതെന്താണെന്ന് പറയാൻ പറ്റും? സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അതെ, സാങ്കേതികമായിട്ടുള്ള ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് എയുടെ കടന്നുവരവോടെ. അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി പറയാം. ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് റോബോട്ടിക് സർജറി ഒക്കെ സമ്മതിച്ചു. റോബോട്ടിക് സർജറി, മിനിമലി ഇൻവേസീവ് സർജറി, അതൊക്കെ നമ്മൾ സമ്മതിച്ചു. ഞാൻ പറയുന്നത് ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു ഹോസ്പിറ്റലല്ല ഞാൻ പറയുന്നത്, കേരളത്തിലെ പ്രമുഖമായ പല ഹോസ്പിറ്റലുകളിലും ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സ് ആരെങ്കിലും ക്ലാസ്സിന്റെ സാലറി പലയിടത്തും നഴ്സുമാരുടെ സമരമൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ അങ്കമാലി ഹോസ്പിറ്റലിന് മുമ്പിലൊക്കെ കഴിഞ്ഞ ദിവസം കൂടി നഴ്സുമാർ സമരം ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതിന്റെ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു വലിയ മാറ്റം, ഉത്തരം വളരെ സിമ്പിൾ ആണ്. മാനേജ്മെന്റിലേക്ക് ആ ഒരു പർട്ടിക്കുലർ കോഴ്സ് പഠിച്ച ആൾക്കാരെ കൂടുതൽ എടുക്കാൻ നോക്കുന്നുണ്ട്. പണ്ട് അത്രയും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നില്ല. ഇപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ അതിൽ തന്നെയുള്ളവരെ കൂടുതൽ ഹയർ ചെയ്യാൻ അവർ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു. യെസ്, അതൊരു കറക്റ്റ് ഉത്തരമാണ്. അപ്പൊ അങ്ങനെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച ആളുകളെ മാത്രം ഹയർ ചെയ്യാൻ വേണ്ടി ഈ മാനേജ്മെന്റ് തീരുമാനിക്കാനുള്ള ഒരു കാരണമുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ രജി പറഞ്ഞ കാര്യം ശരിയാണ്. അതെ, അത് ആശ്രയുടെയും ഉത്തരം ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ വന്നില്ല. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം ചോദിച്ചില്ല, സത്യം പറയാവുള്ളൂ. പത്രം വായിക്കുന്ന ശീലമുള്ള എത്ര പേര് കൂടുതലുണ്ട്? സ്ഥിരമായി പത്രം വായിക്കുന്ന ശീലമുള്ള, നമുക്ക് അത് പറഞ്ഞിട്ട് 1, 2, 3, 4, ഓക്കെ, താങ്ക് യു. ഞാൻ കഴിഞ്ഞ 1-2 ബാച്ചിൽ ചോദിച്ചിട്ട് എനിക്ക് ആരും തന്നെ സ്ഥിരമായി പത്രം വായിക്കുന്ന ആളുകൾ ഉണ്ടായില്ല. ഞാനത് വളരെ സീരിയസ് ആയിട്ട് പറയാണ്. നിങ്ങൾ ജോബ് ഹണ്ട് നടത്തുന്ന ആളുകളാണ് എന്നുള്ളത് കൊണ്ട് സൻഹ വായിച്ചിരുന്നു. ഇരുന്നു എന്നുള്ളത് വായിക്കുന്നു എന്നുള്ളത് മാറ്റേണ്ടതുണ്ട്. വായിച്ചിരുന്നെങ്കിൽ ഇനിയും നിങ്ങളെ തുടരേണ്ടതുണ്ട്. കാരണം ഈ നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ അറിയാതെ ഈ പത്രം എന്ന് പറയുന്നത് അധികവും പൊളിറ്റിക്സും
അധികവും നമ്മൾ ഈ പറയുന്ന പോലെ പീഡനങ്ങളും അപകടങ്ങളും ഒക്കെയാണ് നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. നമുക്ക് ആവശ്യമില്ലാത്ത രാഷ്ട്രീയ ഗോസിപ്പുകളാണ് നമ്മൾ വായിക്കുന്നത്. പക്ഷെ പത്രങ്ങളുടെ ഉൾപേജുകളിൽ ഇപ്പൊ ഹിന്ദു ദിനപത്രമാണെങ്കിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യ ആണെങ്കിൽ ടൈംസ് അസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. അതിന് കാറ്റാപുൾട്ട് യുവർ കരിയർ എന്നാണ് അതിന്റെ പരസ്യം തന്നെ അവർ കൊടുത്തിരിക്കുന്നത്. ടൈംസ് അസെന്റ് എന്ന് പറഞ്ഞിട്ടൊരു കോളം ഉണ്ട്. പിന്നെ മലയാള മനോരമയ്ക്ക് വർഷങ്ങളായിട്ടുള്ള കരിയർ കോളം ഉണ്ട്. മാതൃഭൂമിക്ക് ഉണ്ട്, കേരള കൗമുദി പത്രത്തിനുണ്ട്, മാധ്യമ ദിനപത്രത്തിനുണ്ട്. എല്ലാ പത്രങ്ങൾക്കും ഒരു കരിയർ കോളം ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാകും. അത് ചില പത്രങ്ങൾക്ക് ബുധനാഴ്ച ആയിരിക്കും, ചിലർക്ക് വെള്ളിയാഴ്ച ആയിരിക്കും. നിങ്ങൾ വായിക്കുന്ന പത്രം ഏതാണോ ആ പത്രം സ്ഥിരമായി കരിയർ കോളം നിങ്ങൾ നോക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്താണെന്നറിയാമോ, ഈ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഇത് അറിഞ്ഞിട്ടുണ്ടാവും. കുശുമ്പ് കൊണ്ട് അസൂയ കൊണ്ട് ഒരാൾ ഇന്റർവ്യൂവിന് കുറഞ്ഞു പോകട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മളോട് പറയില്ല. ചിരിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് പലർക്കും സംഭവിക്കുന്നതാണ്. എന്റെ ബാച്ചിൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ പോലെയുള്ള ഒരു പ്രശ്നം ഞാനിത് പലപ്പോഴും എന്റെ കൂട്ടുകാർക്കിടയിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഓപ്പണിംഗ് ഉണ്ടെങ്കിൽ ഇതൊന്നും വാട്സാപ്പ് ഗ്രൂപ്പിൽ കാണില്ല. ഒരുത്തൻ കുറഞ്ഞു കിട്ടട്ടെ. ഇപ്പൊ ഡിജി അത് വെരി ട്രൂ എന്ന് പറയുന്നുണ്ട്. ഇതിനെ നമുക്ക് മറികടക്കണം. ഞാൻ പറയുന്നത് പത്രം എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഈ വീട്ടിലുള്ള വലിയ സീനിയർ ആയിട്ടുള്ള ആളുകൾ വായിക്കുന്ന പോലെ തുറന്ന് മറത്തി വെച്ച് രാവിലെ വായിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പത്രം ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ലാപ്ടോപ്പിലോ കമ്പ്യൂട്ടറിലോ ഫോണിലോ ടാബ്ലറ്റിലോ എവിടെയെങ്കിലും നിങ്ങൾ ഈ കരിയർ കോളങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം. കാരണം നിങ്ങൾ ജോബ് ഹണ്ടിങ് എന്ന് പറയുന്ന പ്രോസസ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾ പ്രൊഫഷണൽ സെറ്റപ്പിലേക്കുള്ള നിങ്ങളുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പത്രം വായിക്കണം എന്നുള്ളത്. അപ്പൊ ഈ ശീലം ഇല്ലാത്തവർ ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ. ഇന്ന് ഉറങ്ങി നാളെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ പത്രം നോക്കണം. ഇനി വീട്ടില് പ്രിന്റഡ് പേപ്പർ വരുന്നില്ല എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഡിജിറ്റലി നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതുപോലെ ഏതെങ്കിലും ഒരു നല്ല തൊഴിൽ മാഗസിൻ, അതായത് തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ എംപ്ലോയ്മെന്റ് ന്യൂസോ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ നോക്കണം. വാട്സാപ്പിനെ മാത്രം നിങ്ങൾ ജോബ് ഹണ്ടിന് വേണ്ടി നിങ്ങൾ വിശ്വസിക്കരുത്. വാട്സാപ്പ് നോക്കണ്ടെന്നല്ല, വാട്സാപ്പിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ പലരും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ വാട്സാപ്പിൽ വരുന്ന കാര്യങ്ങളുടെ ആധികാരികത നമ്മൾ തന്നെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന ഒരു സാധനത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? LINKED.IN ഉണ്ട്. ഓക്കെ, ഈ ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഉള്ളവർ ഉണ്ടോ ഇതിൻ്റെ അകത്ത്? യെസ്, കുറെ പേര് തംസപ്പ് ഇട്ടിട്ടുണ്ട്. യെസ്, കുറെ പേർക്കുണ്ട്. ഓക്കെ, താങ്ക് യു. കഴിഞ്ഞ ബാച്ചിൽ പലരും അത് കേട്ടിട്ടുണ്ടായില്ല. എന്തായാലും നിങ്ങൾ കുറച്ചുകൂടി മോഡേൺ ആണ് 2-3 മാസം കഴിഞ്ഞപ്പോൾ. വളരെ നല്ല കാര്യം. ഇപ്പോ അധികവും യെസ്, ഒത്തിരി പേർക്കുണ്ട്. താങ്ക് യു. കമന്റ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു. ലിങ്ക്ഡിനിൽ പ്രൊഫൈൽ ഇല്ലാത്ത നമ്മളിപ്പോ 79ഓളം പേരുണ്ട്, ഞാൻ ഉൾപ്പെടെ ഈ ഗൂഗിൾ മീറ്റിൽ. ഇതിലില്ലാത്തവർ ഇന്ന് തന്നെ ഈ സംഭവത്തിൽ പോയി നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. കാരണം പലപ്പോഴും നമ്മൾ ഈ പറയുന്ന പത്രങ്ങളിലേക്കാൾ കൂടുതൽ സാധനങ്ങൾ ഓപ്പണിംഗ് ആവുന്നത് ലിങ്ക്ഡിനിലാണ്. മാത്രമല്ല, ലിങ്ക്ഡിനിൽ നമ്മുടെ കരിയറിന്റെ പ്രൊഫൈൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് മേഖലയിൽ നിന്നുള്ള ഒരു എംപ്ലോയർക്കും അതിൻ്റെ അകത്തേക്കുള്ള ഒരു ആക്സസ് ഉണ്ടാവും. അവർക്കത് ആളുകളെ ജോബ് ഹണ്ടിന്റെ സമയത്ത് നമ്മളറിയാതെ ചിലപ്പോൾ നമ്മളെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് തേടി വരുന്ന ഒരു സാധനമുണ്ട്. അതുകൊണ്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മൾ ഇഷ്ടംപോലെ ഉപയോഗിച്ച് സമയം കളയുന്നുണ്ട്. റീലുകൾ ഇങ്ങനെ തോണ്ടി നമ്മൾ സമയം കളയുന്നുണ്ട്. ആ സമയത്തിന്റെ കൂടെ ലിങ്ക്ഡിനിൽ നിങ്ങൾ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയെടുക്കാൻ ഒട്ടും മടിക്കേണ്ട കാര്യമില്ല. അത് ജോബ് ഹണ്ടിങ്ങിന്റെ ഫസ്റ്റ് കാര്യമായിട്ട് നിങ്ങൾ അത് വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. പ്രൊഫൈൽ ഇല്ലാത്തവർ നാളെ തന്നെ പോയി പ്രൊഫൈല് ഉണ്ടാക്കിയെടുക്കണമെന്ന് പറയുകയാണ്. അതൊരു റിക്വസ്റ്റ് കൂടിയാണ് കൂട്ടിക്കോ. കാരണം നമ്മൾ ഈ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഫലം 3 ദിവസം കൊണ്ട് കിട്ടണമെങ്കിൽ നിങ്ങളത് ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ജോബിനെ പറ്റി അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലരുടെയും പ്രശ്നം നമ്മൾ ഈ ജോബിനെ പറ്റി അറിയുന്നില്ല. സാർ അങ്ങനെ ഒരു സാധനം ഉണ്ടായിരുന്നു, ആ സാധനം കഴിഞ്ഞു പോയി, അല്ലെങ്കിൽ അയ്യോ ഇതെന്നുള്ള ഈ അയ്യോക്കൊന്നും നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് വലിയ സ്കോപ്പില്ല. പണ്ടൊക്കെ നമ്മൾ പറയായിരുന്നു, അവനത് അറിഞ്ഞില്ല, അവളത് അറിഞ്ഞില്ല, സാരില്ല, പാവം പൊയ്ക്കോട്ടെ എന്നൊക്കെ നമ്മൾ പറയായിരുന്നു. ഈ പാവത്താനായിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ പാവം കളിച്ച് നടക്കുന്നവർക്കൊന്നും ഇനിയുള്ള കാലത്ത് വലിയ സാധ്യതകളില്ല എന്ന് ഓപ്പണായി പറയാണ്. അങ്ങനെ പറയുന്നതുകൊണ്ട് എന്നോട് ദേഷ്യം തോന്നരുത്. എനിക്കറിയാം നിങ്ങളിൽ പലരും വീട്ടമ്മമാരുണ്ടാകും, മാരീഡ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, വീട്ടിലെ പല കാര്യങ്ങൾക്കും പുറകെ ഓടുന്ന ആളുകളുണ്ടാവും. അതുകൊണ്ടാണ് പലരും നിങ്ങൾ ഓൺലൈനായിട്ട് ഈ കോഴ്സിന് ജോയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ ഓട്ടത്തിനിടയിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മറന്നു പോകരുത്. അതിന് നമ്മുടെ ഫോണിൽ ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു നോട്ടിഫിക്കേഷൻ വന്നുകൊള്ളും എന്നുള്ളത് കൂടി ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പൊ നമ്മൾ പത്രം വായിക്കുന്നതിനെ പറ്റി പറഞ്ഞു.
ജോബ് ഓപ്പണിങ്സ് എങ്ങനെയാണ് നമ്മളിലേക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അതിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടത് എന്നുള്ളതിനെ പറ്റി പറഞ്ഞു. മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞു തീർക്കാൻ വിട്ടുപോയൊരു കാര്യമാണ്. മലയാളിയുടെ പ്രിയപ്പെട്ട സന്തോഷ് ജോർജ് കുളങ്ങര, സഫാരി ചാനലിന്റെ MD ആണ്, നമുക്കറിയാം. ഈ അടുത്ത കാലത്ത് കൊടുത്തൊരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. സഫാരി ടിവിയിലേക്ക് ഒരു ജോബ് ഓപ്പണിംഗ്, അതിന് 10 വേക്കൻസിയാണുള്ളത്, 150ഓളം ആപ്ലിക്കേഷൻസ് വന്നിരുന്നു. അപ്പോൾ TV ചാനൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും കണ്ടന്റ് എഴുതേണ്ടവരും സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യേണ്ടവരും, അപ്പൊ അങ്ങനത്തെ ഒരു കണ്ടന്റ് എഡിറ്റിംഗ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ജോബിലേക്കാണ് ഈ ഒരു ഓപ്പണിംഗ് ഉള്ളത്. സഫാരിയിലെ പ്രോഗ്രാം നിങ്ങൾക്കറിയാം, മറ്റ് ചാനലുകളെ പോലെയല്ല, വളരെ ക്വാളിറ്റിയുള്ള ഹൈ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. അപ്പൊ ഒരു പ്രീമിയം കാറ്റഗറി ആളുകളെയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അങ്ങനെ ഈ 150 പേരിൽ നിന്ന് ആദ്യം ഒരു ടെസ്റ്റ് കൊടുത്തത് ഒരു പാരഗ്രാഫ് അതേപടി നോക്കി എഴുതുക എന്നുള്ളതാണ്. അതായത് അതിനെ പ്രിസൈസ് ചെയ്തോ സംഗ്രഹിച്ചോ എഴുതാനുള്ളതല്ല, കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരു സംഭവം, ആ ഒരു സംഭവത്തെ അതേപടി പകർത്തി എഴുതുക. നമ്മള് നാടൻ ഭാഷയിൽ പറഞ്ഞ ഈച്ചക്കോപ്പി എന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടില്. അതായത് അതേപടി പദാനുപദം നമ്മൾ നോക്കി എഴുതുക എന്നുള്ളതാണ്. അത്ഭുതം എന്ന് പറയട്ടെ, 100% ലിറ്ററസി ഉള്ള നമ്മുടെ നാട്, നമ്മൾ പല ഇൻഡെക്സിലും നമ്മൾ ഒന്നാമതാണെന്ന് പറയും. അദ്ദേഹം പറയാണ്, ഈ 150ഓളം പേരിൽ വെറും 25-ൽ താഴെ പേർ മാത്രമാണ് ഒരു പാരഗ്രാഫ് കോപ്പി ചെയ്ത് എഴുതിയപ്പോൾ പോലും തെറ്റിക്കാതെ എഴുതിയുള്ളൂ എന്നുള്ളത്. അതിനെ മോഡിഫൈ ചെയ്ത് എഴുതാനോ അല്ലെങ്കിൽ അതിനെ സംഗ്രഹിച്ച് എഴുതാനോ ഒന്നുമല്ല പറഞ്ഞത്, നേരെ നോക്കി പകർത്തുക. അങ്ങനെ പകർത്തി എഴുതാൻ പറഞ്ഞിട്ട് പോലും ഈ 150-ൽ 25-ൽ താഴെ ആളുകൾക്ക് അത് കൃത്യമായി എഴുതാൻ പറ്റിയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ പഠിച്ച പഠനവും നമ്മുടെ രീതികളും നമ്മുടെ ശീലങ്ങളും ഒക്കെ എവിടെയോ പാളിപ്പോയിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ജോബ് ഹണ്ട് നടത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ, ഇപ്പൊ മാർക്കറ്റ് എന്നാണല്ലോ പറയുക. പണ്ടൊക്കെ നമ്മൾ ഒരു കരിയർ അറീന എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ജോബും മാർക്കറ്റിനാണ് നമ്മൾ പറയുന്നത്. ഈ മാർക്കറ്റിൽ പോയി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ വാങ്ങുന്ന പോലെ ഈ ജോബ് ഫെയറിൽ വന്നിട്ട് ഈ മാർക്കറ്റിൽ നിന്ന് അവർക്ക് ആവശ്യമുള്ള നമ്മളെ അവർ വാങ്ങിക്കൊണ്ട് പോവുകയാണ്. അപ്പൊ അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം. നിങ്ങൾ അറിയാതെ പോയൊരു കാര്യം ഇതാണ്, ഈ കേരളത്തിന്റെ പല കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളും പേര് മാറ്റിയിട്ടില്ല, പക്ഷെ അതിന്റെ മാനേജ്മെന്റ് എല്ലാം വിദേശ കമ്പനികളായി മാറി. നിങ്ങൾ അറിഞ്ഞിരുന്നോ എനിക്കറിയില്ല. ഇപ്പൊ ആസ്റ്റർ മെഡ്സിറ്റി ആയാലും ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ആയാലും ലിസി ഹോസ്പിറ്റൽ അതിലേക്ക് മാറിയിട്ടില്ല. അതുപോലെ തന്നെ കേരളത്തിലെ പല ആശുപത്രികളും ഇപ്പൊ ഭരിക്കുന്നത് പേര് മാത്രമേ പഴയ പേരുള്ളൂ. അല്ലെങ്കിൽ ആസ്റ്റർ DM ഹെൽത്ത് കെയർ, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഈ ആശുപത്രിയിലെ എല്ലാ മാനേജ്മെന്റില് ഇപ്പൊ ഇരിക്കുന്നത്, ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്നത് അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ പണവുമാണ്. അമേരിക്ക ഒരു രാജ്യം മാത്രമാണ്. അതുപോലെ തന്നെ യൂറോപ്പിൽ നിന്നുള്ള വൻകിട നിക്ഷേപങ്ങൾ ഈ ആശുപത്രിയിൽ വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നുള്ള ഒത്തിരി ഹെൽത്ത് കെയർ കമ്പനികൾ, കമ്പനികൾ, അവർ നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് ഈ ആശുപത്രിക്ക് ഏറ്റവും നല്ല വളക്കൂറുള്ള ഒരു മണ്ണാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ എല്ലാ ബസ് സ്റ്റോപ്പുകളിലും ക്ലിനിക് ഉണ്ട്. അതിൽ തന്നെ ഹോമിയോ, ആയുർവേദം, അലോപ്പതി, ഇങ്ങനെ 3 രീതിയിലുള്ള ക്ലിനിക്കുകളും അത്യാവശ്യം 4 പേര് കൂടുന്ന ഒരു കവലയിലെല്ലാം 1 or 2 ക്ലിനിക്കുകൾ വെച്ചുള്ള ഒരു സെറ്റപ്പിലേക്ക് നമ്മുടെ കേരളം മാറിയിട്ടുണ്ട്. അപ്പൊ അവർ നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു പൊട്ടൻഷ്യലാണ് ടാപ്പ് ചെയ്യാൻ കിടക്കുന്നത്. അപ്പൊ അവര് പണം മുടക്കാൻ തയ്യാറാണ്. അപ്പൊ അങ്ങനെ പണം മുടക്കി കേരളത്തിലുള്ള പല ആശുപത്രികളിലെയും പേര് മാത്രമേ, ഇപ്പൊ തൊടുപുഴ സ്മിത മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ഇനി അടുത്തിടെ തൊടുപുഴയുള്ള ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പോയിരുന്നു. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല. പക്ഷെ അവിടെ ജോലി ചെയ്യുന്ന ആളുകൾ, നമ്മൾ ആദ്യം ചെല്ലുമ്പോൾ നമ്മൾ കണ്ടിരുന്ന ആളുകളുടെ ഒരു നിലവാരവും ഇപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കാണുന്ന ആളുകളുടെ ഒരു നിലവാരവും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഞാൻ പറഞ്ഞ സാധ്യത എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കയ്യിൽ നിങ്ങളൊരു 10,000 രൂപ മുടക്കി ഒരു ബിസിനസ് നടത്തുന്നതും, ഒറ്റ സെക്കൻഡ്, ഐ എം റിയലി സോറി, ഒരു കോള് 2-3 നേര സമയമായി വരുന്നത്, ഞാൻ ഒന്ന് എടുക്കാണ്. ഞാനേ ഓൺലൈൻ ക്ലാസ്സിലാണ്, ഞാൻ വിളിക്കാം. ഐ എം റിയലി സോറി. ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരാൾ എന്നെ 3 തവണ വിളിച്ച് 4ാമത്തെ തവണ വിളിച്ചുകൊണ്ടാണ്, ഓഫീസിൽ നിന്ന് വിളിച്ചതാണ്. ഐ എം റിയലി സോറി. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഒരു പ്രൊഫഷണൽ എറ്റിക്വറ്റിന് പറ്റിയ കാര്യമല്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മളിങ്ങനെ ഒരു ആശുപത്രിയിൽ നമ്മൾ ചെന്ന് കയറുമ്പോൾ നമുക്ക് പുറമേ നിന്ന് മാറ്റമൊന്നും കാണില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങളൊരു 10,000 രൂപ മുടക്കി ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ
നിങ്ങൾ അവിടെ ഹയർ ചെയ്യുന്ന ഒരു സ്റ്റാഫും നിങ്ങളൊരു 10 ലക്ഷം രൂപ മുടക്കി ഹയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സ്റ്റാഫിന്റെ ക്വാളിറ്റി തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമല്ലോ. എന്റെ കൂട്ടുകാരൻ അജ്മലിലേക്ക് തന്നെ വരികയാണ്. അജ്മൽ കഴിഞ്ഞ ദിവസം കുട്ടികളോട് ഇങ്ങനെ കരിയർ മെന്റർ പ്രോഗ്രാം ആയിരുന്നു അത്. അപ്പൊ കോഴിക്കോട് ജില്ലയിലെ പല സ്ഥാപനങ്ങളിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പൊ അവൻ സംസാരിക്കുമ്പോൾ പറയാണ്, XNY ലേണിംഗ് തുടങ്ങുന്ന സമയത്ത് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് ഒരു സാധാരണ ഒരു BCom ഒക്കെ കഴിഞ്ഞ ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. അപ്പൊ അതിനുള്ള ഒരു സാലറിയാണ് അജ്മല് അക്കൗണ്ടന്റിന് അവന്റെ സ്ഥാപനത്തിൽ 4-5 വർഷം മുമ്പ് മാറ്റിവെച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ അവന്റെ സ്ഥാപനത്തെ ഓഡിറ്റ് ചെയ്യുന്നത് കോഴിക്കോടുള്ള ഒരു പ്രമുഖ ആഷിഖ് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന ഒരു വലിയ കോർപ്പറേറ്റ് CA ഫേമാണ്. അവരാണ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഇൻകം ടാക്സ് ഫയൽ ചെയ്യുന്നതും അവരുടെ അസറ്റ് മാനേജ് ചെയ്യുന്നതും. അപ്പൊ ആലോചിച്ച് നോക്കൂ, അജ്മൽ ആദ്യം ആ പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അവൻ ഹയർ ചെയ്തിരുന്ന സ്റ്റാഫിന്റെ ക്വാളിറ്റിയും ഇപ്പോ അവരുടെ അക്കൗണ്ടും അല്ലെങ്കിൽ ഇൻകം ടാക്സും ഫയൽ ചെയ്യുന്ന ഒരു ഫേമിന്റെയും ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അവിടെ വർക്ക് ചെയ്യുന്ന മറ്റ് സ്റ്റാഫിന്റെയും അവർ ഹയർ ചെയ്യുന്ന കുട്ടികളുടെയും ക്വാളിറ്റി അതനുസരിച്ച് മാറും. ഞാൻ പറഞ്ഞു വന്നത് വി ക്യാൻ സീ നൗ ഇൻ ബേബി എക്സിക്യൂട്ടീവ് അത് തന്നെയാണ്. ബേബി ഹോസ്പിറ്റൽ കറക്റ്റ് ആയിട്ട് ഞാൻ തുടർന്ന് ചെന്നപ്പോൾ എനിക്ക് വ്യത്യാസം മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കുകയല്ല. ഞാൻ പറയുന്നത് നമ്മൾ എന്തായാലും കുറെ മെനക്കെട്ടു. നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കോഴ്സിന്റെ പുറകെ ഉണ്ട്. ഒരു കാരണവശാലും നമ്മൾ അപ്സ്കില്ല് ചെയ്യാൻ, ഞാൻ ആദ്യം പറഞ്ഞ വാക്കിലേക്ക് തിരിച്ചു വരികയാണ്. ഞാൻ ആദ്യം പറഞ്ഞു തീർക്കണം എന്ന് വിചാരിച്ചാണ്, പിന്നീട് നമ്മൾ മറ്റു കാര്യങ്ങൾക്ക് പോയത്. ഇപ്പോ നിങ്ങൾ ഇരിക്കുന്ന അവസ്ഥ എന്താണോ അതിനേക്കാൾ ഒരു പടി മികച്ച ഒരു അവസ്ഥയിലേക്ക് ഉണർന്നെണീക്കുമ്പോൾ ഓരോ ദിവസവും നിങ്ങളൊരു പുതിയ പ്രഭാതത്തിലേക്ക് കണ്ടുറക്കുമ്പോൾ നിങ്ങളെ തന്നെ നിങ്ങൾ എലവേറ്റ് ചെയ്യാൻ നിങ്ങൾ റെഡി അല്ല എങ്കിൽ ജോലി കിട്ടുമായിരിക്കും. നാട്ടിൽ ഇഷ്ടം പോലെ ആശുപത്രി ഉണ്ട്, അവിടെയൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടുമായിരിക്കും. അച്ചയ്ക്ക് പറയാണ് പട്ടിപ്പണിയെടുപ്പിക്കും. അങ്ങനെ തന്നെ പറയാണ്, പട്ടിപ്പണിയെടുപ്പിക്കും, നിസ്സാര ശമ്പളം തരുന്നു. അതേസമയം നിങ്ങളുടെ ഉള്ളിൽ സ്കില്ലുണ്ട്. നിങ്ങൾക്ക് കൃത്യമായി നിങ്ങൾ ആദ്യം ഇവിടെ നിങ്ങൾ ടെക്നോളജിയെ പറ്റി പറഞ്ഞു, നിങ്ങൾ റോബോട്ടിക് സർജറിയെ പറ്റി പറഞ്ഞു, മിനിമലി ഇൻവേസീവ് സർജറിയെ പറ്റി പറഞ്ഞു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ സെക്ടറിൽ കടന്നു വരുന്ന മാറ്റങ്ങളെ പറ്റി കൃത്യമായ ധാരണ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. നിങ്ങളുടെ പ്രൊഫൈലിൽ അത് തീർച്ചയായിട്ടും അവരത് പിൻ ചെയ്ത് വെച്ചിരിക്കും. ഹോസ്പിറ്റലിന്റെ വളർച്ചയിൽ നിങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. ഇന്ന് കാണുന്ന നിങ്ങളായിരിക്കില്ല ആ യൂണിഫോം ഇട്ട് ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ഒരാൾ. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ബ്രദർ സൗദിയിലുള്ള ഒരു വലിയ ഓയിൽ മാനുഫാക്ചറിങ് ഫേമില് അവൻ ഉദ്യോഗസ്ഥനാണ്. അവൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളെക്കാളൊക്കെ സീനിയർ ആണ്, ഞങ്ങൾ ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളെക്കാൾ ഒരു 6-7 വയസ്സ് സീനിയർ ആയിട്ടുള്ള ഒരു പുള്ളിക്കാരനാണ്. ഇദ്ദേഹം BCom ബിരുദധാരിയായിരുന്നു. ഈ കമ്പനിയിൽ ജോലിക്ക് കയറുന്ന സമയത്ത് BCom ബിരുദധാരിയായിരുന്നു. അപ്പൊ ഈ BCom ബിരുദധാരിക്ക് ഈ കമ്പനിയിൽ കിട്ടാവുന്ന ഒരു ശമ്പളത്തിന് ഒരു പരിധിയുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം അവളെ കണ്ടപ്പോൾ പറയാണ്, എടാ ചേട്ടൻ എന്നോട് വിളിച്ചിരുന്നു ഇങ്ങനെ. അപ്പൊ ചേട്ടൻ പറയാണ്, എനിക്കൊരു PG കൂടി ഉണ്ടായിരുന്നെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് 2 ലക്ഷം രൂപയാണ് അത് ഇൻക്രിമെന്റ് പറയുന്നത് ഒരു മാസം. അതായത് BComന്റെ അടുത്ത ഒരു PG ലെവൽ MComോ അല്ലെങ്കിൽ ഒരു MBO എന്തെങ്കിലും അവന്റെ കയ്യിലുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് അവരുടെ കമ്പനിയിൽ വേറെ ആരും സീനിയർ ആയിട്ടുള്ളവരില്ല. പക്ഷെ ചേട്ടനൊരു പ്രൊമോഷൻ കൊടുക്കാൻ PG ഇല്ല എന്നുള്ളത് തടസ്സമാണെന്നവർ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ആഡ് ഓൺ കോഴ്സുകളും നിങ്ങൾ ഈ കൂട്ടി പെറുക്കി നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ആഡ് ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഒന്നും ചെറുതല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടുകാർ ചിലപ്പോൾ നിങ്ങളെ കളിയാക്കും, അല്ലെങ്കിൽ കൂട്ടുകാർ കളിയാക്കും, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ, ഇത്രയൊക്കെ പഠിച്ചില്ലേ, ഇതൊക്കെ പോരെന്നുള്ളത്. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നു, അങ്ങനെയുള്ളവർ പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ചെവി കൊടുക്കരുത്. ആര് നിങ്ങളെ നിരുത്സാഹപ്പെടുത്തിയാലും അപ്സ്കില്ല് ചെയ്യാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ മാത്രമേ, ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ 10,000 രൂപ 15,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് എത്ര കാലം നമുക്ക് ജോലി ചെയ്യാൻ പറ്റും? നമുക്ക് കയറുമ്പോൾ തീർച്ചയായിട്ടും അത്രേ കിട്ടുള്ളൂ, അതൊന്നും ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ ആ ലൈഫ് ടൈം മുഴുവൻ നമ്മളൊരു 10,000 രൂപ 15,000 രൂപയ്ക്ക് മാത്രം ജോലി ചെയ്യുന്ന ആളുകളായി നമ്മൾ മാറിക്കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ദേഷ്യം വരും, നമ്മളോട് തന്നെ ഇഷ്ടക്കേട് തോന്നും, നമുക്ക് പുച്ഛം തോന്നും. നമ്മൾ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ജോലി സ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കും, നമ്മൾ വഴക്കിടും, ദേഷ്യപ്പെടും, അവസാനം നമ്മൾ ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ചു പോരും. അപ്പൊ അതുകൊണ്ട് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ് കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ, അതിപ്പോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണെങ്കിലും ഒരുപാട് എന്താ പറയുന്ന ഒരു കമ്പനിയുടെ നട്ടൽ എന്ന് പറയുന്നത് HR മാനേജർ ആണ്, HR മാനേജ്മെന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ലേ മെറിഡിയൻ ഹോട്ടലില്
ഞങ്ങൾക്ക് എല്ലാ വർഷവും ഒരു 2 ദിവസത്തെ പ്രോഗ്രാം അവിടെ ഗൾഫാർ ഗ്രൂപ്പിന്റെ ഒരു പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ 4 ഡ്രൈവർമാർ ഉണ്ടാവാറുണ്ട്. അപ്പൊ കഴിഞ്ഞ 10-12 വർഷമായിട്ട് ലേമഡിയയിൽ ഈ പ്രോഗ്രാം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ലേമഡിയനിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ അവിടെ ഒരു മാനേജർ ഉണ്ട്. ഈ മനുഷ്യൻ ഞാൻ കഴിഞ്ഞ 10-12 വർഷങ്ങളായിട്ട് ഞാൻ ഈ മനുഷ്യനെ അവിടെ കാണുന്നുണ്ട്. എപ്പോ നോക്കിയാലും, അതായത് ഞങ്ങള് സാധാരണ ഡിസംബറിലാണ് ഈ പ്രോഗ്രാമിന് പോകുന്നത്, ഈ മനുഷ്യൻ ഇന്നത്തെ കണ്ണുകൾ ചുവന്നിരിക്കുന്ന കാണാം. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കും, സാറേ എന്താണ് ഇങ്ങനെ? സാറേ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, സാർ കഴിഞ്ഞ വർഷവും ഞാൻ വന്നപ്പോൾ സാർ ഇത് തന്നെയാണ് പറഞ്ഞത്, കഴിഞ്ഞ മുമ്പത്തെ വർഷവും വന്നപ്പോൾ സാർ ഇത് തന്നെയാണ്, ഈ വർഷവും ഞാൻ ചെന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ കണ്ണ് ചുവന്നിരിക്കുന്നതാണ്. അപ്പൊ പുള്ളി പറയാണ്, എനിക്ക് തരുന്ന സാലറി ഉണ്ട് സാർ, അത് തീർച്ചയായിട്ടും ഞാൻ അതിന്റെ കടപ്പാട് എനിക്ക് ഈ സ്ഥാപനത്തോടുണ്ട്. ഇത്രയും പ്രമുഖമായ ഒരു ഹോട്ടലിൽ, ഒരു വലിയ ഹോട്ടൽ ചെയിനിന്റെ ഭാഗമായി കൊച്ചിയിൽ നടത്തപ്പെടുന്ന ഈ ഹോട്ടലിൽ കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞാൻ പിടിച്ചു നിൽക്കുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ എന്നെ ഇവര് പറഞ്ഞു വിടാതെ എനിക്ക് ഇത്രയും സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ തന്നെ, പുള്ളി പറയുന്നത്, ഞാൻ എന്നെ തന്നെ പുതിയൊരു മനുഷ്യനായി ഓരോ ദിവസവും ഇവർക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ റെഡി ആയത് എന്നുള്ളത് കൊണ്ടാണ്. ഈ ഉറങ്ങാത്തതിന്റെ കാരണം ലേമഡിയന്റെ ആ കൺവെൻഷൻ സെന്റർ 365 ദിവസവും, അത് അതിശയോക്തി പറയല്ല, ഈ ലേമഡിയൻ ഹോട്ടലിൽ അല്ലെങ്കിൽ ക്രൗൺ പ്ലാസയിൽ മാരിയറ്റിലൊന്നും എന്തെങ്കിലും ഒരു ഇവന്റ് നടക്കാത്ത ഒറ്റ ദിവസമില്ല. അപ്പൊ അടുത്ത വർഷം 2027 ഏപ്രിൽ 27 നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം വേണമെങ്കിൽ നിങ്ങൾ ഇന്നേ ബുക്ക് ചെയ്താലേ ഹോൾ അവർ റെഡിയാക്കി ഇടും. കാരണം അത്രയ്ക്ക് ബുക്കിംഗ് ഉള്ള ഹോട്ടലാണ്. എല്ലാ ദിവസവും അവർക്ക് പ്രോഗ്രാമുകളുണ്ട്. അപ്പൊ ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത പ്രോഗ്രാമിലേക്ക്, അതിൽ നിന്ന് അടുത്തയിലേക്ക് ഇങ്ങനെ മാറി 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 പോകുന്ന കാരണം എനിക്ക് റെസ്റ്റിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അതെന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എനിക്ക് ഉറക്കക്കുറവുണ്ട്, എനിക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഞാൻ എന്റെ വർക്ക് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതിന്റെ പുറത്ത് എനിക്ക് കിട്ടുന്ന സാലറിയും ഓരോ വർഷവും നന്നായി ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇത് മെയിൻ മാനേജറുടെ കാര്യം. എന്നാൽ ഈ ഹോളിൽ ഇവര് ഈ പണികൾ ഏൽപ്പിക്കുന്ന HR-ന്റെ എക്സിക്യൂട്ടീവുമാരെ കുറെ പേര്, ഇപ്പൊ ഒരു സ്റ്റീഫൻ ഡേവിസിന്റെ കൺസേർട്ട് നടക്കും, അല്ലെങ്കിൽ ഗോപി സുന്ദറിന്റെ ഒരു കൺസേർട്ട് നടക്കുന്നു, അല്ലെങ്കിൽ സുഷിൻ ശ്യാമിന്റെ ഒരു പരിപാടി നടക്കുന്നു. ഇത് ഒരു മാനേജർ ആയിരിക്കില്ല, ഇവർ ഇതിനെ പലരായിട്ട് ഡിവൈഡ് ചെയ്ത് വിടുന്നുണ്ടാവും. അപ്പൊ ഇവരാണ് ഈ മെയിൻ ഹോളിൽ തന്നെ 3-4 ഡിപ്പാർട്ട്മെന്റുകൾ മാനേജ് ചെയ്യുന്ന ആളുകളുണ്ടാവും, HR-മാരുണ്ടാവും. ഇവരെ ഒന്നും ഞാൻ ഇന്ന് കാണുന്ന ആളുകളെ അടുത്ത ഒരു പ്രോഗ്രാമിൽ നമുക്ക് കാണുന്നില്ല. അപ്പൊ ഇത് ഞങ്ങൾ ഒരിക്കൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ പുള്ളി പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ജസ്റ്റ് ഒരു ഓപ്പണിങ്ങിന് വേണ്ടി വരുന്ന ആളുകളാണ്. അവരെ തന്നെ റിഫൈൻ ചെയ്യാനോ റീഡിഫൈൻ ചെയ്യാനോ തയ്യാറല്ല. അവർ കുറച്ചാലും വർക്ക് ചെയ്യും, സാലറി പോരാന്ന് പോകുമ്പോൾ അവർ ഇട്ടിട്ട് പോരും, പിന്നെ അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത്, നിങ്ങളെ ഒരു സ്ഥാപനത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളെ ഒരു സ്ഥാപനത്തോട് ചേർത്ത് പിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞ പോലെ അപ്സ്കിൽ എന്ന് പറയുന്ന വാക്ക് പ്രത്യേകിച്ച് AI-യുടെ കാലഘട്ടത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. AI ചില്ലറക്കാരനല്ല. ഒത്തിരി IT കമ്പനികളിൽ എന്റെ പല സുഹൃത്തുക്കളും ഇപ്പൊ അമേരിക്കയിലൊക്കെ അല്ലെങ്കിൽ കാനഡയിലൊക്കെ ജോലി ചെയ്യുന്ന പല കൂട്ടുകാരും തിരിച്ചു വരാൻ റെഡിയായി നിൽക്കുന്ന ആളുകളുണ്ട്. അത് അവർക്ക് സ്കില്ലില്ലാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവർക്ക് അപ്സ്കിൽ ചെയ്യാൻ മനസ്സില്ലാത്തത് കൊണ്ടല്ല, അവർ പഠിക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടല്ല, അവർ ചെയ്തിരുന്ന ജോലിയുടെ 80%-90% ഇപ്പൊ AI ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. പിന്നെ ഒരു കാര്യം ചെയ്യാനുള്ളത്, AI-യുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് ChatGPT-യിൽ ടൈപ്പ് ചെയ്ത് കുറെ ചോദ്യങ്ങൾ കൊടുത്ത് ഉത്തരം എടുക്കാൻ വേണ്ടി മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട, ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട, ഏതിനും AI ആണല്ലോ. അപ്പൊ അതുമായി ബന്ധപ്പെട്ട AI-യുടെ കുറച്ച് എലമെന്റ്സ്, അത് നിങ്ങളിപ്പോ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഒരു ട്രെയിനിങ് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഒരു കോമൺ AI ട്രെയിനിങ് ആണ് ഇപ്പൊ നമ്മൾ സാറിനെ കാണുക. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്താലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫീൽഡിലേക്കുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ തന്നെ ടൈലർ മെയ്ഡ് ചെയ്ത് കണ്ടുപിടിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന മേഖല ഏതാണോ അതുമായി ബന്ധപ്പെട്ട ഈ പറയുന്ന കുറച്ച് AI കാര്യങ്ങൾ കൂടി, നിങ്ങളിപ്പോ റോബോട്ടിക് സർജറി എന്നൊക്കെ പറഞ്ഞു. റോബോട്ടിക് സർജറി കുറെ കാലം മുമ്പേ വന്നതാണ്. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ടെക്നോളജികൾ റോബോട്ടിക് സർജറികളിലും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ AI-യുടെ കടന്നുവരവോട് കൂടി എങ്ങനെയാണ് നിങ്ങൾ പിന്നെ ഡോക്ടേഴ്സും അല്ല നഴ്സുമാരും അല്ല, നിങ്ങൾ ഇതിന്റെ മാനേജ്മെന്റ് ലെവലിലാണ്. ഒരു മാനേജ്മെന്റ് ലെവലിൽ എങ്ങനെയാണ് AI-യുടെ ഒരു ഇംപ്ലിമെന്റേഷൻ, അല്ലെങ്കിൽ പണ്ട് മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന ജോലി ഇപ്പോൾ AI-യുടെ സഹായത്തോടെ എങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ് എന്നുകൂടി ഇന്നത്തെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പറഞ്ഞു വെക്കുകയാണ്. ഇനി വേറൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ അതൊക്കെ വിടാം. ഇത് ഞാനൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞതാണ്.
അപ്പോൾ നാളെ എന്തായാലും എല്ലാവരും പത്രം വായിച്ചു തുടങ്ങണം. തൊഴിൽ വാർത്തയോ തൊഴിൽ വീതിയോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എന്തെങ്കിലും സാധനങ്ങളോ നിങ്ങൾ അത് നോക്കണം. നാളെ ഞാൻ ചോദിക്കും. ഒരു കാരണവശാലും മറന്നു പോകരുത്. ഒരു കാര്യവും നമ്മൾ അറിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ല. അതിനുള്ള ഉത്തരവാദിത്വം നമ്മൾ തന്നെ ഏറ്റെടുക്കണം. ഒരു കാര്യം അറിഞ്ഞില്ലെങ്കിൽ അത് എന്റെ പരാജയമാണ്, നിങ്ങളുടെ പരാജയമാണ്, നമ്മുടെ ഗ്രൂപ്പിന്റെ പരാജയമാണ്. അല്ലാതെ വേറെ ആരെയും നമുക്ക് അതിനകത്ത് പരിചാരാനില്ല. ഒരൊറ്റ ഡിസിഷൻ ആയിരിക്കും അല്ലെങ്കിൽ ഒരൊറ്റ വേക്കൻസി ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു ചാൻസ് ആയിട്ട് വരുന്നത്. ഇനി നിങ്ങൾ ആദ്യം പറഞ്ഞു ഈ ഫിയർ എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി. ഈ ഭാഷയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ചും ഇംഗ്ലീഷിൽ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്ന എത്ര പേര് കൂട്ടത്തിലുണ്ട്? അല്ലെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന്, ഞാൻ പറയുന്നത് ചെറിയ കണ്ണാടിയല്ല, നമ്മുടെ വാനിറ്റി മിറേഴ്സ് അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഡ്രസ്സിങ് അലമാര അല്ലെങ്കിൽ ഭിത്തിയിൽ പിടിപ്പിക്കുന്ന നീളമുള്ള ടോപ്പ് ടു ഡൗൺ നമ്മളെ കാണാൻ പറ്റുന്ന വെരി ഗുഡ് ഒത്തിരി പേര് താമസപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും നന്നായി നിങ്ങളെ ട്രെയിൻ ചെയ്യാൻ പറ്റുക കണ്ണാടിയുടെ മുമ്പിലാണ്. എന്താണെന്നറിയോ, ഇപ്പോ പലർക്കും ഒരു സ്വഭാവമുണ്ട്. നമ്മൾ ഈ ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോൾ ഈ കാലുകൾ ഇങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ട്, പ്രത്യേകിച്ച് മലയാളിക്ക്. എന്താണെന്നറിയോ, നമ്മൾ ഈ കടല കുറിക്കുമ്പോഴും പാർക്കിൽ പോയിരിക്കുമ്പോഴും തിയേറ്ററിൽ പോയിരിക്കുമ്പോഴും, ഇപ്പൊ തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കുന്ന സീറ്റിലുള്ളവന്റെ ബാക്കിൽ കാലിട്ട് മുട്ടുന്ന കുറെ പേരുണ്ട്. ഈ കഴിഞ്ഞ ദിവസം കൂടി ഞാൻ സംഭവം അധ്യായം ഒന്ന് സിനിമ കാണാൻ പോയപ്പോൾ എന്റെ ബാക്കിൽ നിന്നൊരു ചേട്ടൻ, നല്ല പ്രായമുള്ള ചേട്ടനാണ്, ആ ചേട്ടൻ കാലിട്ട് ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ 2 തവണ ചേട്ടനോട് പറഞ്ഞു, പക്ഷെ അദ്ദേഹത്തിന് അത് മൈൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യാം, സാക്ഷാപ്രഭുത്വ മലയാളിയാണല്ലോ. അതുപോലെ ഇതിനു മുമ്പ് വേറെ തിയേറ്ററിൽ ഒരു സിനിമ കാണാൻ പോയപ്പോ ഒരു ചേട്ടൻ ഇതേപോലെ തന്നെ വെറുതെ ആയാലും ഇങ്ങനെ കാലിങ്ങനെ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അടങ്ങിയിരിക്കുന്ന ഒരു സ്വഭാവം നമുക്കില്ല. നമ്മുടെ ഒന്നുകിൽ നമ്മൾ കൈകൾ ഇങ്ങനെ ചിലർക്ക് മൂക്കി പറയുന്ന സ്വഭാവം ഉണ്ടാവും, ചിലർക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ഈ ജെൻസി പിള്ളേരുടെ കുഴപ്പമാണ്, ചുമ്മാ ഇരുന്നാൽ ഈ മുടി ഇങ്ങനെ ഊതി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ചില നാഗം കടിക്കും, അങ്ങനെയുള്ള ചില വൃത്തിയുടെ സ്വഭാവം നമുക്കുണ്ട്. മെയിൻ പ്രശ്നം ഈ കാലുകൾ ഇങ്ങനെ ആട്ടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെങ്കിൽ നിങ്ങളൊരു വലിയ കണ്ണാടിയുടെ മുമ്പിൽ ഒരു കസേര ഇട്ടിരിക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കസേര ഇട്ട് നിൽക്കാൻ പറ്റില്ല, കസേര മാറ്റിയിട്ട് നിങ്ങൾ പോയിട്ടൊന്ന് നിൽക്കണം. ഒന്ന് നിന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ എങ്ങനെയാണ് ഇത്രയും കാലം പല കാര്യങ്ങളും വളരെ വൃത്തികേടായ രീതിയിൽ അവതരിപ്പിച്ചിരുന്നത് എന്ന്. എന്താണെന്നറിയോ, ഈ കാലുകൾ ഇങ്ങനെ ആട്ടി സ്വഭാവമുള്ള ഒരാളാണെങ്കിൽ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ ചെന്നിരിക്കുമ്പോഴും ഓട്ടോമാറ്റിക്കലി ഒന്ന് ടെൻഷൻ ഉണ്ടാവും, 2 നിങ്ങൾ പറഞ്ഞ നെർവസ്നെസ് ഉണ്ടാവും. ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ കാലുകൾ ഇങ്ങനെ ആട്ടിപ്പോകും. അല്ലെങ്കിൽ സാർ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ടെൻഷൻ, ഈ കൈകൾ ഇങ്ങനെ 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 തിരുടിക്കൊണ്ടിരിക്കുക, ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അതൊരു ടെൻഷന്റെ പോസാണ്. നമ്മൾ അറിയാതെ ആ സംഭവത്തിലേക്ക് വരും. ചിലര് വേർത്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കൃത്യമായിട്ട് വേർപ്പ് ഒലിച്ച് ഇങ്ങനെ താഴേക്ക് വരും. അത് കാണുമ്പോൾ തന്നെ ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആൾക്ക് മനസ്സിലാവും ഇവനല്ലെങ്കിൽ ഇവൾ പേടിച്ചിട്ടുണ്ട് എന്നുള്ളത്. അത് ചിലരുടെ ചെവി ഭയങ്കരമായിട്ട് റെസ്പോണ്ട് ചെയ്യും. ചിലർ പേടിച്ച് കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള ഞരമ്പുകൾ ഇങ്ങനെ ആയിട്ട് ചെവി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ എലവേറ്റ് ചെയ്ത് നിൽക്കും, മൂക്കിന്റെ അറ്റം വേർക്കും, കണ്ണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരും. ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളുണ്ട്. ഇത് മാറ്റിയെടുക്കാൻ ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് സംസാരിക്കുക എന്നുള്ളതാണ്. വലിയ വലിയ ടോപ്പിക് ഒന്നും വേണ്ട. ഇപ്പൊ ഇന്ത്യ എന്റെ രാജ്യമാകുന്നു, അല്ലെങ്കിൽ കേരളത്തിൽ നാളെ മഴ പെയ്യുമോ, അല്ലെങ്കിൽ കേരളം അടുത്തത് ആര് ഭരിക്കും, ഇങ്ങനെയുള്ള കുറെ ചുമ്മാ തമാശക്കുള്ള കുറെ സിമ്പിൾ ടോപ്പിക്കുകളുണ്ട്. ഇത് നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അങ്ങോട്ട് പറയുക. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ നിൽപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ ഇരിപ്പ് എങ്ങനെയാണ്, നിങ്ങളുടെ ഷോൾഡറിന്റെ പൊസിഷൻ എങ്ങനെയാണ്, നിങ്ങൾ കൈകൾ എങ്ങനെയാണ് നിങ്ങൾ എടുക്കുന്നത്, നിങ്ങൾ മുഖത്ത് നോക്കിയാണോ സംസാരിക്കുന്നത്, നിങ്ങൾ വേർക്കുന്നുണ്ടോ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയാണ്. ഒരിക്കലും ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഷോൾഡർ താത്തിരിക്കരുത്. അത് ഈ ഷോൾഡറുകൾ, ഇപ്പൊ ചിലരുടെ ഷോൾഡർ ഓൾറെഡി താഴ്ന്നിരിക്കുന്ന ഷോൾഡറാണ്. ഞാൻ പറയുന്നത് നമ്മുടെ ഷോൾഡറിന്റെ ലെവൽ എങ്ങനെയാണ് എന്നുള്ളതല്ല. നമ്മൾ ഇരിക്കുമ്പോൾ നമുക്കിപ്പോ ആർക്ക് നോക്കിയാലും നമ്മളെ ഓപ്പോസിറ്റ് നോക്കുന്ന ആൾക്ക് മനസ്സിലാവുമല്ലോ നമ്മുടെ ഷോൾഡറുകൾ എങ്ങനെയാണ്. നമ്മൾ പറഞ്ഞത് പതിഞ്ഞിരിക്കുന്ന ഷോൾഡറുകൾ ഉള്ളവർക്ക് അത് കുറ്റാന്നല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ബോഡി സ്ട്രക്ചർ എങ്ങനെയാണോ ആ ഷോൾഡറിനെ പരമാവധി സ്ട്രെയിറ്റ് ആയിട്ട് നിർത്താനുള്ള ഒരു സംവിധാനം. അത് എന്നേലും മനഃപൂർവ്വം ഇങ്ങനെ പോയി ജിമ്മന്മാരെ പോലെ ഇരിക്കൊന്നും വേണ്ട. നമ്മുടെ കാണുമ്പോൾ തന്നെ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു, നമ്മളെ കാണുമ്പോൾ തന്നെ ഷോൾഡറുകൾ സ്ട്രെയിറ്റ് ആണ് എന്ന് ഇന്റർവ്യൂ ബോർഡിന് തോന്നുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ തന്നെ പ്രസന്റ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്ന സമയത്ത്, അതായത് ഇപ്പൊ ഒരു കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് നിങ്ങൾ നിൽക്കുന്നു, നിന്നിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ ഒന്ന് നോക്കണം. പലർക്കും ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഈ അധ്യാപക ജോലിക്ക് പോകുന്ന ആളുകൾക്കാണ് ഈ പ്രശ്നം. ക്ലാസ് എടുത്ത് കാണിക്കാൻ പറയും. നിങ്ങളുടെ ഇന്റർവ്യൂവിന് സാധാരണ അങ്ങനെ അധികം വലിയ പ്രസന്റേഷൻ ലെവലിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ
നമുക്ക് ഈ രണ്ട് കാലിലും ഉറച്ചു നിന്നിട്ട് ഉള്ള ശീലം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. നിങ്ങൾ നോക്കിക്കോ, ഞാനും നിങ്ങളും ഒക്കെ, ഞാനൊക്കെ പെടുന്ന ആളുകളാണ്. ഞാനിപ്പോ ട്രെയിനിങ് നടത്തുന്നതുകൊണ്ടാണ് ഞാനൊന്നും പെടുന്നില്ല എന്ന് വിചാരിക്കരുത്. നമ്മൾ മിക്കവാറും നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു കാലിൽ മാത്രമേ ലോഡ് കൊടുത്ത് നിൽക്കുള്ളൂ. ഒന്നെങ്കിൽ ഇടത് കാലിൽ അല്ലെങ്കിൽ വലത് കാലിൽ. ഈ രണ്ട് കാലിലും വെയിറ്റ് കൊടുത്ത് നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ നട്ടല് സ്ട്രെയിറ്റ് ആയി നിൽക്കുള്ളൂ. നട്ടല് സ്ട്രെയിറ്റ് ആയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. മറ്റെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ ബസ്സിലൊന്നും നമുക്ക് രണ്ട് കാര്യം ഒരിക്കലും ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല, കാരണം ബസ് മൂവ്മെന്റ് ആണ്. നിങ്ങളുടെ ഒരു മാളിൽ പോയി നിൽക്കുമ്പോൾ ഒന്നും വേണ്ട, പുറത്തിറങ്ങി വെറുതെ വായി നോക്കി നിൽക്കുന്ന സമയത്തായാലും നമ്മൾ ഈ രണ്ട് കാലുകളും ഉറപ്പിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് നിൽക്കാറില്ല. ഏതെങ്കിലും ഒരു കാലിലായിരിക്കും നമ്മൾ അതിനെ ലോഡ് കൊടുത്ത് നിൽക്കുക. ഇരിക്കുമ്പോഴും ഇതേ പ്രശ്നമുണ്ട്. ഒന്നുകിൽ കസേരയിൽ ഇങ്ങനെ ഇരിക്കും, ഒരു സൈഡിലേക്ക് ചാഞ്ഞിരിക്കും, അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് ചാഞ്ഞിരിക്കും. നമ്മൾ ഈ കസേരയിൽ നമ്മൾ തിയേറ്ററിൽ പോകുമ്പോഴായാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, മിക്കവാറും നമ്മുടെ കൂടെ ഫ്രണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരോ ഉണ്ടെങ്കിൽ നമ്മൾ ചെരിഞ്ഞു കിടന്നാണ് സിനിമ കാണുന്നത്. നമ്മൾ നേരെ ഇരുന്ന് കറക്റ്റ് പൊസിഷനിൽ നിന്ന് സിനിമ കാണുന്നത് കുറവാണ്. അപ്പൊ നമ്മളിങ്ങനെ വർഷങ്ങളായിട്ട് ശീലിച്ച് വന്ന കുറെ കാര്യങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ കാര്യങ്ങൾ നമ്മളൊന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് നമ്മൾ അതിനെ ചെയ്തു നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാവൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് തന്നെ, ഇന്നല്ലെങ്കിൽ നാളെ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീട്ടിലെ, ഞാൻ വീണ്ടും പറയുന്നത് ചെറിയ മിറർ വെച്ചിട്ട് കാര്യമില്ല, നിങ്ങളെ ഫുൾ കാണാൻ പറ്റുന്ന ഡ്രസ്സിംഗ് മിററിന് മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ നിൽക്കണം. നിന്നിട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നോക്കണം. കണ്ണും മൂക്കും ചെവിയൊക്കെ അവിടെ തന്നെ ഉണ്ടോന്ന് അതേ നോക്കണം. എന്നിട്ട് കൃത്യമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക് എടുത്തിട്ട് നിങ്ങളൊന്ന് പതുക്കെ സംസാരിച്ച് നോക്കണം. ഈ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എവിടെയാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, നന്നായി സംസാരിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ആശയങ്ങൾ വേണം. ആശയങ്ങൾ വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ വായിക്കണം. എന്തെങ്കിലുമൊക്കെ വായിക്കാനല്ലാതെ മനസ്സിൽ ആശയമുണ്ടാകുന്ന യാതൊരു കാര്യവും വേറെ ഒന്നും ചെയ്യാനില്ല. അല്ലെങ്കിൽ പിന്നെ ചെയ്യാവുന്ന കാര്യം നല്ല നല്ല പോഡ്കാസ്റ്റുകൾ കേൾക്കുക എന്നുള്ളതാണ്. ഞാൻ ഈ പോഡ്കാസ്റ്റ് കേൾക്കാൻ വലിയ പ്രോത്സാഹനം നൽകാത്തതിന്റെ ഒരു കാരണം, നമ്മൾ എപ്പോഴും കുറച്ച് ഓൾഡ് സ്കൂൾ പരിപാടിയായിട്ട് നിങ്ങൾക്ക് തോന്നും, നമ്മുടെ കാരണന്മാരൊക്കെ നമുക്ക് പറഞ്ഞു തന്നൊരു പരിപാടിയായിട്ട് തോന്നും. ഒരു സാധനം ഇങ്ങനെ നമ്മൾ വായിച്ച്, നമ്മുടെ കണ്ണിലൂടെ ആ സാധനം നമ്മൾ വായിച്ച് നമ്മുടെ ഒപ്റ്റിക്കൽ നെർവ് വഴി അത് ബ്രെയിനിൽ പോയി, ബ്രെയിനിൽ പ്രോസസ് ചെയ്ത് ബ്രെയിനിൽ രജിസ്റ്റർ ചെയ്യുന്ന, ബ്രെയിൻ എന്ന് പറയുന്ന സംഭവം ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം, അതിലേക്ക് പോകുന്നില്ല, അത് വേറൊരു ടോപ്പിക്കാണ്, അത് ഒരുപാട് പറയാനുണ്ട്. ഇപ്പൊ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയിലാണ് ഈ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ബ്രെയിനിലേക്ക് നമ്മളൊരു സാധനം വായിച്ച് പഠിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇംപ്രിന്റും നമ്മൾ കേട്ട് പഠിക്കുമ്പോൾ കിട്ടുന്ന ഇംപ്രിന്റും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. മാത്രമല്ല, നമ്മൾ പോഡ്കാസ്റ്റ് കേൾക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധ പോഡ്കാസ്റ്റിൽ മാത്രമായിരിക്കില്ല. നമ്മൾ പല പണികൾക്കിടയ്ക്ക്, നമ്മൾ ഡ്രൈവിങ്ങിലായിരിക്കും, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ചിലർ പോഡ്കാസ്റ്റ് കേൾക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ നമ്മൾ പലവിധ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മൾ പോഡ്കാസ്റ്റിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊടുക്കുക. അപ്പൊ ആ ഒരു ശ്രദ്ധ നമ്മുടെ കറക്റ്റ് ആയിട്ട് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ വായിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രവുമല്ല, വെറുതെ വായിക്കരുത്. വെറുതെ പോയി ചുമ്മാ കുറെ നോവലും കഥയും വായിച്ചിട്ട് കാര്യമില്ല. കഴിവതും നിങ്ങൾക്ക്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ, നിങ്ങളുടെ മേഖലയുമായി ബന്ധപ്പെട്ട, ഇപ്പൊ ഈ HRM അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനൊക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ട പുതിയ പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോ ആശുപത്രിയിൽ അക്രമം അഴിച്ചു വിട്ട് കഴിഞ്ഞാലുള്ള ശിക്ഷകളുടെ കാഠിന്യമൊക്കെ ഇപ്പൊ കൂട്ടിയിട്ടുണ്ട്. അതിന്റെ ഫൈനും കൂട്ടിയിട്ടുണ്ട്. ഡോക്ടർമാർക്കും നഴ്സുമാർക്കും എതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബില്ല് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മേഖലയിലാണെങ്കിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് ഏജൻസികൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ വർഷം റിവൈസ് ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ മേഖലയിലുള്ള അറിവ് നിങ്ങൾക്ക് കിട്ടും. ഇന്റർവ്യൂവിന് നിങ്ങൾക്ക് അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാനും പറ്റും ആ ഒരു അറിവ് വെച്ചുകൊണ്ട്. അപ്പോ ഉള്ളിൽ ആശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇടതടവില്ലാതെ ഒരു വെള്ളം ഒഴുകുന്ന പോലെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റും. അപ്പൊ ആശയങ്ങളെ മനസ്സിൽ കയറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മനസ്സിൽ ആശയമില്ലാതിരിക്കുമ്പോഴാണ് നമ്മൾ ഈ ബബ പറയുന്നത്. ഇനി അത് മാത്രമല്ല, ഈ പല ടീച്ചർമാരും ക്ലാസ് എടുക്കാൻ വരുമ്പോൾ ഈ ക്ലാസ് പാളി പോകുന്നതിന്റെ അവസ്ഥ എന്താണെന്ന് പറയുമ്പോൾ, ഞാനും എന്റെ കോളേജിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് പുതിയ ബാച്ചിൽ വരുന്ന ടീച്ചർമാര് 1 മണിക്കൂറാണ് ഒരു ടീച്ചർ ക്ലാസ് എടുക്കേണ്ടത്. 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ അന്ന് പഠിച്ചുകൊണ്ട് വന്ന സാധനങ്ങൾ തീരും. ഞാൻ ഇംഗ്ലീഷ് സാഹിത്യമാണ് പഠിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇംഗ്ലീഷ് ടീച്ചർ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സിൽ എന്തെല്ലാം പറയാം. സാഹിത്യം ഇങ്ങനെ പരന്ന് വിശാലമായി കിടക്കുകയാണ്. ഏതും സംസാരിക്കാവുന്ന രാഷ്ട്രീയ, സംസ്കാരം, ഹിസ്റ്ററി, ഫിലോസഫി, ആന്ത്രപ്പോളജി എന്ന് വേണ്ട എന്ത് ഹ്യൂമാനിറ്റീസുമായി ബന്ധപ്പെട്ട എന്ത് സംസാരിക്കാൻ പറ്റുന്ന ക്ലാസ്സുകളാണ് സാഹിത്യത്തിന്റെ ക്ലാസ് റൂമുകൾ എന്ന് പറയുന്നത്. ഈ ക്ലാസ് റൂമിൽ വരുന്ന ഒരു ടീച്ചർക്ക്
അവരൊരു പുതിയ ആളായതുകൊണ്ട് 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്ന നോട്ട് തീർന്നു കഴിയുമ്പോൾ അവരുടെ മുഖത്തുണ്ടായിരുന്ന ഒരു വെപ്രാളമുണ്ട്. അവരൊക്കെ ഇപ്പൊ നല്ല അധ്യാപകരായി മാറിയിട്ടുണ്ട്, പക്ഷെ തുടക്കക്കാർ, നമ്മളെല്ലാം തുടക്കക്കാരായതുകൊണ്ട് പറയാണ്, അങ്ങനെ ആശയങ്ങൾ തീർന്നു പോകുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കൊണ്ടുവന്ന് എത്തിക്കരുത്. അപ്പൊ ഒന്നിനു പുറകെ ഒന്നായിട്ട് തൊടുത്തു വിടാൻ നമ്മുടെ ആവനാഴിയിൽ അമ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമുക്ക് കൃത്യമായിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വായിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ വായിക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പുവരുത്തുക. പിന്നൊരു കാര്യമുള്ളത്, ഇംഗ്ലീഷാണ് എല്ലാവരുടെയും പ്രശ്നം. ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുന്ന ശീലമുള്ള ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ കാണുന്ന, ഈ കൊറിയൻ സീരീസ് ആണെങ്കിൽ പോലും അതിന്റെ ഇംഗ്ലീഷ് സബ്ടൈറ്റിലുകൾ വായിക്കുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? ഉണ്ട്. സിനിമ കാണുന്നവരുണ്ട്. ഞാൻ പറയുന്നു, ഏറ്റവും നല്ല കാര്യം ഇംഗ്ലീഷ് പഠിക്കാൻ ഒന്നുകിൽ ഇംഗ്ലീഷ് പത്രം വായിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമ കാണുക. ഇതൊന്നും വേറെ യാതൊരു ബുക്ക് വായിക്കുക, ഇംഗ്ലീഷ് ബുക്ക് വായിച്ചാലും മതി. ഇതിനൊന്നും വേറെ യാതൊരു വഴിയില്ല. അത് അങ്ങനെ തന്നെ പറയുകയാണ്. ഇംഗ്ലീഷ് നമ്മൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് കൊറിയൻ സീരീസ് കാണുമ്പോൾ കൊറിയനാണ് നിങ്ങളുടെ ഡയലോഗ് ഇട്ടിരിക്കുന്നത്. ഇപ്പൊ പിന്നെ എല്ലാം ഡബ്ഡ് വേർഷൻ നമുക്ക് വന്ന് പിന്നെ അവൈലബിൾ ആണ്. അറ്റ്ലീസ്റ്റ് സബ്ടൈറ്റിൽ ഓണാക്കി വെച്ചെങ്കിലും ഒക്കെ നമ്മൾ വായിച്ച് തുടങ്ങിയാൽ, അല്ലെങ്കിൽ കണ്ടു തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഇംഗ്ലീഷ് വൊക്കാബുലറി, ഇംഗ്ലീഷ് അത്ര പാടെന്നുള്ള സബ്ജക്റ്റ് ഒന്നുമല്ല, പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് പിന്നെ മലയാളത്തൊക്കെ ശ്രദ്ധിക്കേണ്ട കുറച്ച് എലമെന്റ്സ്. പിന്നെ നിങ്ങളുടെ പ്രൊനൗൺസിയേഷനെ പറ്റിയിട്ട് നിങ്ങൾ ഒരിക്കലും ബേജാറാവേണ്ട കാര്യമില്ല. കാരണം ഒരു ഇംഗ്ലീഷും ലോകത്തിലെ സ്റ്റാൻഡേർഡ് ആണെന്ന് ഞാൻ സാഹിത്യം പഠിച്ചുകൊണ്ട് പറയാണ്, MA ഇംഗ്ലീഷ് പഠിച്ച ഒരാളെന്ന രീതിയിൽ ഞാൻ പറയാണ്. ഒരു ഇംഗ്ലീഷും ലോകത്തിൽ, ഇപ്പൊ അമേരിക്കക്കാരൻ പറയുന്ന ഇംഗ്ലീഷാണ് ഏറ്റവും നല്ലത്, ബ്രിട്ടീഷ് ഇംഗ്ലീഷാണ് ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ ചൈനക്കാരൻ പറയുന്ന ഇംഗ്ലീഷാണ്, അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻ കൺട്രീസ് പറയുന്ന ഇംഗ്ലീഷാണ് നല്ലതെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ ഇന്ത്യക്കാര് ഇംഗ്ലീഷ് പറയുമ്പോൾ അമേരിക്കക്കാരൻ പറയുന്ന പോലെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ ഇന്റർനാഷണൽ സ്കൂളുകളിൽ മാത്രം പഠിക്കുകയും ഇംഗ്ലീഷ് സിനിമകൾ മാത്രം കാണുകയും ഇംഗ്ലീഷ് പത്രങ്ങൾ മാത്രം വായിക്കുകയും ചെയ്ത ആളുകളായിരിക്കും. കാരണം നമുക്ക് അതിനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ പറയുന്ന ഇംഗ്ലീഷിന് അവരുടെ ഒരു ഫ്ലുവൻസിയോ അല്ലെങ്കിൽ അവരുടെ ഒരു പെർഫെക്ഷനോ അതിന്റെ പിച്ചും ഇൻറ്റൊണേഷനും ഒന്നും നമുക്ക് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇംഗ്ലീഷിൽ. നമ്മൾ ഒരിക്കലും ഇപ്പൊ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഇംഗ്ലീഷ് നമുക്ക് ഒരിക്കലും അതേപടി പറയാൻ പറ്റില്ല. നമ്മൾ ഇനി എത്ര ശ്രമിച്ചാലും, അല്ലെങ്കിൽ നമുക്ക് രമേഷ് പിഷാരടിയും ധർമ്മജനൊക്കെ ചെയ്യുന്ന പോലെ അനുകരണം പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഒരിക്കലും നമ്മളെ തന്നെ ആ ഒരു മോഡിലേക്ക് നമ്മൾ പറിച്ചിടാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനോ നിങ്ങളോ പറയുന്ന ഇംഗ്ലീഷ് ഒരിക്കലും മോശമല്ല. തെറ്റ് കൂടാതെ സംസാരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ്. കാരണം ഇന്ത്യയിൽ തന്നെ നോക്കൂ, ഗുജറാത്തി പറയുന്ന ഇംഗ്ലീഷും വെസ്റ്റ് ബംഗാളുകാരൻ പറയുന്ന ഇംഗ്ലീഷും കേരളീയൻ പറയുന്ന ഇംഗ്ലീഷും തമിഴൻ പറയുന്ന ഇംഗ്ലീഷും തമ്മിൽ ഭയങ്കര ഡൈവേഴ്സിറ്റി ഉണ്ട്, ഭയങ്കര വ്യത്യസ്തപ്പെട്ട. കാരണം ഞാൻ പറയാൻ കാരണം, എന്റെ ക്ലാസ്സിൽ ഇന്ത്യയിലെ 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഞാൻ PG ചെയ്തത് ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ്. 16 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ടായിരുന്നു. ഈ 16 സംസ്ഥാനങ്ങളിലെയും കുട്ടികൾ സംസാരിക്കുന്ന ഇംഗ്ലീഷ് 16 തരത്തിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച്, ലോകത്തിൽ 200 ചില്ലാനും രാജ്യങ്ങൾ, 190 ചില്ലാനും രാജ്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയുള്ള ആളുകളൊക്കെ പറയുന്ന ഇംഗ്ലീഷിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ. അത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ആ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് മാറ്റി വെച്ചാല് എന്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയില്ല എന്നുള്ള വാശിയൊന്നും ആർക്കും വേണ്ട. ആ വാശി മാറ്റി വെച്ചിട്ട് കഴിയുന്ന രീതിയിൽ ഇംഗ്ലീഷ് സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. വേണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ്, ഇപ്പൊ ഈ ബാച്ചിലുള്ള എല്ലാവരും കൂടി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വെറുതെ ഇംഗ്ലീഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നോക്കും. ഗ്രാമർ മിസ്റ്റേക്ക്, അതാണ് ഞാൻ പറഞ്ഞത്. ഗ്രാമർ മിസ്റ്റേക്ക് ശരിയാക്കണമെങ്കിൽ വായിച്ച് ഇംഗ്ലീഷിനോട് ഒരു ഗ്രാമർ അടുത്ത ഘട്ടമാണ്. നമ്മൾ ഇംഗ്ലീഷ് ആദ്യം എന്താണെന്ന് നമ്മൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് നമുക്ക് രണ്ടാമത്തെ ഘട്ടമാണ് നമ്മൾ ഗ്രാമറിലേക്ക് നമ്മൾ കടക്കേണ്ടതുള്ളൂ. ആദ്യം അറിയുന്നത് വച്ചിട്ട് അങ്ങ് സംസാരിക്കുക എന്നുള്ളതാണ്. എന്താണ് കയ്യിലുള്ളത് അത് വെച്ചിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അതിനൊരു മടിയും വിചാരിക്കേണ്ട. ഞാൻ ഈ പറയുന്നത്, ഇത്രയും പേരുള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് വെറുതെ രാവിലെ ചുമ്മാ ഒരു ഗുഡ് മോർണിംഗും ഒരു 2 സെന്റൻസും എല്ലാവരും ഒന്ന് പറഞ്ഞിട്ട് നോക്കും. എന്നിട്ട് അതിൽ അറിയാവുന്നവരുണ്ടാവുമല്ലോ, അത്യാവശ്യം ഇംഗ്ലീഷിൽ നോളജ് ഉള്ള അല്ലെങ്കിൽ നോഹ ഉള്ള ആളുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ AI വെച്ച് നിങ്ങൾക്ക് അതിനെ ട്രാൻസ്ക്രൈബ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ AI അതിന്റെ തെറ്റ് പറഞ്ഞു തരും. ഇപ്പൊ ജെമിനി ആയാലും ChatGPT ആയാലും നോട്ട്ബുക്കിലെല്ലാം ആയാലും ഒക്കെ നിങ്ങൾക്ക്, ഗ്രാമർലി ആയാലും ഒക്കെ നിങ്ങൾക്ക് അതിന് ഉപയോഗിക്കാവുന്ന സാധനങ്ങളാണ്. അപ്പൊ അതില് നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലാകുമ്പോൾ പിന്നെ അതിനൊരു നെഗറ്റീവ് ഷെയ്ഡ് നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞാൽ അവൻ എന്ത് വിചാരിക്കും, അവളെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്തയൊന്നും നിങ്ങൾക്ക് വേണ്ട. സംസാരിച്ച് തുടങ്ങുക എന്നുള്ളത് എപ്പോഴും മോട്ടിവേഷൻ ക്ലാസ്സുകളിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് പരിപാടിയായാലും തുടങ്ങി വയ്ക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്.
അതിനെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നിങ്ങൾ തുടങ്ങി വെക്കുക എന്നുള്ളതാണ്, ഇനിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇനിഷ്യേറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ വേണ്ടെന്ന് വെക്കാനോ അതിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ പറ്റുള്ളൂ. അതുകൊണ്ട് തുടങ്ങി വെക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷ് അത്ര കീറാമുട്ടിയായിട്ടുള്ള സംഭവം ഒന്നും അല്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒന്നുകിൽ ഇംഗ്ലീഷ് പത്രങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഇംഗ്ലീഷ് സിനിമകൾ ജസ്റ്റ് ഒന്ന് കണ്ടു തുടങ്ങുക. ഇനി ഒന്നും അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ കുറെ പോഡ്കാസ്റ്റുകൾ ഉണ്ട്, ആ പോഡ്കാസ്റ്റുകൾ നിങ്ങൾ കേൾക്കുക. പക്ഷെ പോഡ്കാസ്റ്റ് ആദ്യം പ്രോത്സാഹിപ്പിക്കാതെ, പോഡ്കാസ്റ്റ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മുടെ ചെവി 100% അവിടെ ആയിരിക്കില്ല. നമുക്ക് ചുറ്റുമുള്ള സറൗണ്ടിങ്സിലേക്ക് നമ്മൾ പോകുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾ ചെന്നിരിക്കുമ്പോൾ നിങ്ങളോട് പല ചോദ്യങ്ങളും അവർ ചോദിക്കും. ഈ അറിയില്ല എന്ന് പറയുന്നത് ഒരിക്കലും മോശമല്ല. അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് തന്നെ പറഞ്ഞു. എന്തിനാണ് നമ്മൾ നമ്മളെ തന്നെ ഫേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഈ ഫേക്ക് ചെയ്താൽ തന്നെ എത്ര നാൾ നമുക്ക് ഫേക്ക് ചെയ്യാൻ പറ്റും? അപ്പൊ അതുകൊണ്ട് അതെല്ലാ ഇന്റർവ്യൂ ബോർഡിലും ഉണ്ടാവുന്ന സംഭവമാണ്. കാരണം ഇപ്പൊ IASന്റെ ഇന്റർവ്യൂവിന് പോയാലും നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ ഒരു 40% അല്ലെങ്കിൽ 50% നമ്മൾ ആൻസർ ചെയ്യരുത് എന്നുള്ളത് തന്നെയാണ് ഇന്റർവ്യൂവറും ആഗ്രഹിക്കുന്നത്. കാരണം ചിലപ്പോൾ ഉത്തരങ്ങളില്ലാത്ത, കറക്റ്റ് ഉത്തരങ്ങളില്ലാത്ത ചോദ്യങ്ങളായിരിക്കാം. അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിച്ച, അല്ലെങ്കിൽ നമ്മുടെ ഒരു നിലവാരം അവർക്കറിയാലോ, നമ്മുടെ നിലവാരത്തിൽ നിന്നുകൊണ്ട് ഒരിക്കലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ചോദ്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത് നമ്മളോട് ചോദിക്കുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ അതിന് മാന്യമായിട്ട്, സാർ എനിക്കത് അറിയില്ല, എനിക്ക് അതിനെപ്പറ്റി ധാരണയില്ല, അല്ലെങ്കിൽ അതിന്റെ ഒരു ഏരിയ അല്ല എന്ന് തുറന്നു പറയുന്നതിന് ഒരിക്കലും മടിക്കരുത്. എന്താ സംഭവം എന്നറിയാമോ? ഈ അറിയാത്ത കാര്യങ്ങളെ പറ്റി നമ്മൾ സംസാരിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ, ഇപ്പോ നമ്മളോട് ഇപ്പൊ അവിടെ ചെന്നിരുന്നിട്ട് ഇപ്പോ ലേബർ ലോസ് ഒക്കെ നിങ്ങൾ HRM പഠിച്ചപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇന്ത്യ അല്ലാത്ത ഏതെങ്കിലും രാജ്യത്തെ ലേബർ ലോസിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുക, സാർ എനിക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിയെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഇല്ലെങ്കിൽ സാറിന് എനിക്ക് അതിനെ പറ്റിയുള്ള ധാരണയില്ല. ഞാനൊരു ഇന്ത്യൻ സിനാരിയോയിൽ മാത്രമേ ഞാൻ എൻ്റെ പഠനത്തിൽ നിർത്തിയിട്ടുള്ളൂ. ഇന്ത്യയിൽ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ലേബർ ലോസ്, പക്ഷെ എനിക്കത് US-ലോ അല്ലെങ്കിൽ സൗദി അറേബ്യയിലോ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് പറ്റി ധാരണയില്ല, തുറന്നു പറയുക. ഇനി അതല്ല നിങ്ങൾ ചെയ്യുകയാണ്, നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ ആത്മഹത്യാപരമായ നിലപാടായിരിക്കും എടുക്കുന്നത്. ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാം, അത് വെച്ചിട്ട് US-ൽ ഇതുപോലെയൊക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വെച്ചിട്ട് നമ്മൾ തട്ടി വിട്ടു കഴിഞ്ഞാണ്ടല്ലോ, അവിടെ നമുക്ക് നെഗറ്റീവ് ഷെയ്ഡ്, നെഗറ്റീവ് ഇമേജ് എന്തായാലും വന്നിരിക്കും. അപ്പൊ അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങളെ പറ്റി ഒരു കാരണവശാലും നമ്മൾ സംസാരിക്കാൻ പോകരുത്. അറിയില്ലാത്ത കാര്യങ്ങളെ അറിയില്ല എന്ന് തന്നെ പറയുക. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്റർവ്യൂവിൽ 10 ചോദ്യം ചോദിച്ചാൽ അതിൽ 3-4 ചോദ്യങ്ങൾ നിങ്ങൾ ആൻസർ ചെയ്യരുത് എന്ന് ഇന്റർവ്യൂ ബോർഡിനുമുണ്ട്. നിങ്ങൾ ആൻസർ ചെയ്യില്ല എന്നുള്ള ഒരു കാര്യം അവർക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങളെ കരുതിയിരിക്കുക. ഒരു കാരണവശാലും അവര് കൊളുത്തി തരുന്ന ഒരു മാനപ്രകത്തിന്റെ അറ്റത്ത് പോയി തിരി കൊളുത്തിയിട്ട് അവിടെ ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥാപനം, ഈ സ്ഥാപനത്തെ പറ്റി കൃത്യമായി നിങ്ങൾ റിസർച്ച് ചെയ്തതിന് ശേഷം മാത്രം അവിടെ ജോലിക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഹോസ്പിറ്റൽ രംഗത്ത് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഹ്യൂമൻ റിസോഴ്സ് മേഖലയിലായാലും പണ്ടത്തെ ഒരു 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 കോൺസെപ്റ്റ് വെച്ചിട്ടല്ല ഇപ്പോൾ ആളുകളെ ഹയർ ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് ചെയ്യുന്നു. നമ്മുടെ തയ്യൽക്കാരന്റെ കഥയൊക്കെ ആദ്യം പറഞ്ഞു. ഇപ്പോ അത് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നതിൽ നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ട് തോന്നരുത്. ഇപ്പൊ ചിലർക്ക് ചില ആദർശങ്ങൾ ഉണ്ടാവും. ആ ആദർശങ്ങളുമായി ബന്ധപ്പെട്ട് അതിപ്പം മതപരമായിട്ടാകാം, ഫാമിലി പരമായിട്ടാകാം, സാംസ്കാരികപരമായിട്ടാകാം, നിങ്ങളുടെ ഒരു പൊളിറ്റിക്സ് അതിന്റെ ഭാഗമായിട്ടൊക്കെ എനിക്ക് നിങ്ങൾക്കൊക്കെ പലവിധ ആദർശങ്ങളുള്ള ആളുകളാണ്. അപ്പോ ചില സ്ഥാപനങ്ങളിൽ നമുക്ക് ഇതൊന്നും വെച്ചുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്കായിട്ട് വേറെ കുറച്ച് സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ റിസർച്ച് ദ ഓർഗനൈസേഷൻ യു ആർ ഗോയിങ് ടു അറ്റൻഡ് എന്നുള്ളത് വളരെ പ്രധാനമായ കാര്യമാണ്. ഇപ്പൊ ചില യൂണിഫോമുകൾ അല്ലെങ്കിൽ ചിലയിടത്ത് അവര് നമ്മളോട് മേക്കപ്പ് ചെയ്ത് വരാൻ പറയും, വളരെ പ്രസന്റബിൾ ആയി നിൽക്കണം എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ഇപ്പൊ മേക്കപ്പിനോട് അലർജി ഉള്ള, അല്ലെങ്കിൽ ഒരു കോസ്മെറ്റിക് സാധനം ഉപയോഗിക്കുമ്പോൾ അലർജി ഉള്ള ഒരാളാന്നിരിക്കട്ടെ, ആ ആള് അവിടെ ചെന്നിട്ട് ഞാൻ ഇത് ചെയ്യില്ല, അതെന്റെ സ്വാതന്ത്ര്യമാണ്, എന്റെ അവകാശമാണ്. അതൊക്കെ ശരിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ അവകാശമാണ്. ഞാൻ പറയുന്നത് ഫൈറ്റ് ചെയ്തല്ല നമ്മളൊരു ജോലി സ്ഥലത്ത് നിൽക്കേണ്ടത്. നമ്മൾ ജനാധിപത്യത്തെ പറ്റി സംസാരിക്കുന്നുണ്ട്, വളരെ ഡെമോക്രാറ്റിക് ആയിട്ടുള്ള കൺട്രിയാണ്. എല്ലാ ജോലിക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ആപ്ലിക്കേഷൻ കൊടുക്കാം, ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, സ്റ്റേറ്റ്, കമ്മ്യൂണിറ്റി, നമുക്ക് ആർക്കും വേണമെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാം. പക്ഷെ ഈ കോർപ്പറേറ്റ് മേഖലയിൽ ചില കാര്യങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ അവർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് അവരെ ആ ഒരു പൊസിഷൻ വച്ചിരിക്കുന്നത്. നമുക്ക് ആ ഒരു സ്ഥാനവുമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റിയുമായിട്ട് ഒരിക്കലും ഒത്തുപോകാൻ പറ്റില്ല എങ്കിൽ
കാരണം നമുക്ക് ഇഷ്ടംപോലെ വേറെ ഓപ്പർച്യൂണിറ്റീസ് ഇപ്പുറത്തുണ്ട്. നമ്മൾ അവരുമായിട്ട് മസിൽ പിടിക്കാൻ എന്ന് എഴുതി തോന്നിയാസം കാണിക്കുന്നതോ നിങ്ങൾക്ക് കിട്ടേണ്ട ഒരു സ്ഥാനം തരാതിരിക്കുന്നതിന് ചോദ്യം ചെയ്യുന്നതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. തീർച്ചയായിട്ടും ജനാധിപത്യപര അവകാശങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അതെല്ലാം പാലിക്കപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷെ പറഞ്ഞതിന് അന്തസ്സത്ത് ഇത്രയേ ഉള്ളൂ. അത് തുറന്നു പറയാൻ കാരണം ഞാൻ പലയിടത്തും കണ്ടിട്ടുണ്ട്. എന്റെ ഫ്രണ്ട്സ് തന്നെ പലയിടത്തും പോയിട്ട്, അധികവും രാഷ്ട്രീയമാണ് പ്രശ്നം, ഇവരവിടെ ചെന്നിട്ട് ഇവരുടെ ഒരു രാഷ്ട്രീയം അടിച്ചേൽപ്പിക്കാൻ നോക്കും. പക്ഷെ ഈ എംപ്ലോയർ എന്ന് പറയുന്ന ആൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ്സിലെ ഉണ്ടാവില്ല, അവർക്ക് പ്യുവർ ബിസിനസ് ആയിരിക്കും. അപ്പൊ ആ ബിസിനസ്സിനെ എങ്ങനെ ഇവനെ അല്ലെങ്കിൽ ഇവളെ മോൾഡ് ചെയ്യാനാണ് അവര് നോക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ പോയിട്ട് വെറുതെ ചുമ്മാ അവിടെ അനാവശ്യമായ ഷോ കാണിച്ചിട്ട് കാര്യമില്ല. അവർ തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു പോകും. പിന്നെ നമ്മൾ കേസും വടക്കും വെക്കാനൊക്കെ ആയിട്ട് നടക്കാമെന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഒരു 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 ഇമോഷണൽ മെന്റൽ വെൽബീയിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഒരു സിറ്റുവേഷനുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു രീതികളുമായിട്ട് ഒത്തുപോകുന്ന സ്ഥാപനമാണോ എന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. അതൊരിക്കലും മോശമല്ല. ഒന്ന് റിസർച്ച് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഒരു ഫേമിൽ ഒരു HR മാനേജറുടെ വേക്കൻസി ഉണ്ട്, അവരെന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത്, അവർ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സ് ആണോ, അവർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ആണോ, അല്ലെങ്കിൽ അവർ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു ഏജൻസി ആണോ. ഈ പല റിക്രൂട്ടിംഗ് സ്ഥാപനങ്ങളും ഒക്കെ കേസിൽ പെടുമ്പോൾ അവരുടെ എംപ്ലോയീസ് ഉൾപ്പെടെ ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ട്. ഇതൊക്കെ നമ്മൾ തലവെച്ച് കൊടുക്കുന്നതാണ്. ഈ റിസർച്ച് ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പലപ്പോഴും ചിലപ്പോൾ കള്ളപ്പണം വിളിപ്പിക്കാൻ വേണ്ടി ബിസിനസ് ചെയ്യുന്ന പല ആളുകളുണ്ടാവും. നല്ല ശമ്പളമൊക്കെ തരും, പക്ഷെ അവരുടെ അൾട്ടിമേറ്റ് മോട്ടീവ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് മണിയെ വൈറ്റ് മണി ആക്കുക എന്നുള്ളതായിരിക്കും. അപ്പൊ ആ സ്ഥാപനത്തിന് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിന്റെ എംപ്ലോയീസും അതിൻ്റെ അകത്ത് മാനേജറെ മാത്രമല്ല താഴെ നിൽക്കുന്ന എല്ലാവരും ഒന്നല്ലെങ്കിൽ വേറെ ഇതിനകത്ത് പ്രതികർക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പോകുന്ന സ്ഥാപനം ഏതാണോ അതിനെ പറ്റിയിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നിങ്ങൾ നടത്തിയതിനു ശേഷം മാത്രം അങ്ങോട്ടുള്ള പ്രപ്പോസൽ അയക്കുക. ഇല്ലെങ്കിൽ ആ കാശ് കൂടി നമ്മുടെ പോക്കറ്റിലിരിക്കും എന്ന് പറയുകയാണ്. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇന്റർവ്യൂവിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ദിവസം, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ എറണാകുളത്തോ കോഴിക്കോടോ കാസർഗോഡോ തിരുവനന്തപുരത്തോ എവിടെ ആയിക്കോട്ടെ ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂവിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും, വേണ്ട അരമണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ അവിടെ ഒന്ന് എത്തിച്ചേരാൻ ശ്രമിക്കുക. അല്ലാതെ നമുക്കറിയാം കേരളത്തിൽ ട്രാഫിക് ബ്ലോക്കാണ്. ഈ ബ്ലോക്കിൽ കിടന്ന് ബസ്സിനാ പോകുന്നതെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്, വേർത്ത് കുളിച്ച് ഡ്രൈവറെ പ്രാഗി എതിരെ വരുന്ന വണ്ടിക്കാരനെ ചീത്ത പറഞ്ഞ് ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടിച്ചെന്ന് അവസാനത്തെ ആളുടെ പേരും രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് കൊണ്ടുപോയി നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അവിടെ ചെന്ന് വാഷ്റൂമിൽ പോകാനോ ഒന്ന് മൂത്രം ഒഴിക്കാനോ ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്യാനോ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് കൂളായി കമ്പോസ്റ്റ് ആയിട്ട് ഇരുത്താനുള്ള സമയമൊന്നും കിട്ടാത്ത വണ്ണം നമ്മൾ തിരക്ക് പിടിച്ച് ഒരു ഇന്റർവ്യൂവിനും പോവാതിരിക്കുക. ഇത് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നും, ആർക്കെങ്കിലും ഒക്കെ അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. അവസാന നിമിഷം ഓടി പിടിച്ച് ചെന്ന് ഇന്റർവ്യൂവിന് കയറിയിട്ടുള്ള അവസ്ഥ, അതൊരു ഭയങ്കര എന്താ പറയുക, ഒരു കഷ്ടപ്പാടുള്ള ഒരു അവസ്ഥയാണ്. നമ്മുടെ മൊത്തം വെൽബീയിങ്ങിനെ അത് ബാധിക്കും. അപ്പൊ അതുകൊണ്ട് ഒരു മണിക്കൂർ മുമ്പെങ്കിലും, ഞാൻ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് സ്വസ്ഥമായി ഭക്ഷണമൊക്കെ കഴിച്ച് വാഷ്റൂമിലേക്ക് പോയി നിങ്ങൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. വേണ്ട, അരമണിക്കൂർ മുമ്പെങ്കിലും ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരാനുള്ള ഒരു ശ്രമം നിങ്ങൾ നടത്തണം. അതൊക്കെ ഒരു പ്രൊഫഷണൽ സെറ്റപ്പിന്റെ ഒരു പ്രൊഫഷണൽ എറ്റിക്വറ്റിന്റെ ഭാഗമാണ്. ഒരു കാരണവശാലും അവസാന നിമിഷം ഈ അവിടെ പേര് വിളിക്കാൻ നിൽക്കുന്ന ചേട്ടനോ ചോദിച്ചോ ഡോർ അടയ്ക്കുന്നതിന് മുമ്പ് പിന്നെ അവരുമായിട്ട് നമ്മൾ കശപിശ പറഞ്ഞ് നിങ്ങൾക്ക് അറിയില്ല റോഡിൽ ബ്ലോക്ക് അല്ലേ, ഈ മാതിരി ചൂടല്ലേ, മഴയായിരുന്നു, ഇതൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ, കുറച്ചുകൂടി മനുഷ്യപ്പറ്റോട് പെരുമാറണം എന്നൊന്നും പറയാൻ നിൽക്കുന്നതിന് പകരം കുറച്ച് നേരത്തെ ചെല്ലുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. രണ്ടാമത്തെ വേറൊരു കാര്യമുണ്ട്, നിങ്ങളുടെ ഡ്രസ്സിങ്. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ പറയും ഗൂഗിളിൽ നിങ്ങൾക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ വേണമെങ്കിൽ ഷോർട്സ് ഇട്ടുകൊണ്ട് പോകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ഉടുപ്പിട്ടുകൊണ്ട് പോകാം. ഗൂഗിൾ ഇതൊന്നും അല്ല നോക്കുന്നത്. ഗൂഗിൾ നിങ്ങളുടെ തലക്കകത്ത് എത്ര ബുദ്ധി ഉണ്ടെന്ന് മാത്രമാണ് ഗൂഗിൾ നോക്കുന്നത്. അത് ഗൂഗിളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ഒരു സാധാരണ ആശുപത്രിയോ ഒരു സാധാരണ ഒരു ഏജൻസിയോ ഒരു കമ്പനിയോ ഒന്നുമല്ല. ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ള ഏറ്റവും സൂപ്പർ ബ്രെയിനുകൾ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് ഗൂഗിളിനൊക്കെ വിട്ടേക്കാം. സോറി, നമ്മൾ പറയുന്നത് നമ്മളെപ്പോലുള്ള സാധാരണ മനുഷ്യന്മാർ പോകുന്ന സ്ഥലങ്ങളാണ്. അപ്പോ ഈ ചിലർക്ക് ഒരു കുഴപ്പമുണ്ട്, ഇന്റർവ്യൂ അല്ലേ എന്നാ ഒന്ന് മിനിയേക്കാം എന്ന് കരുതി ഇടിവിട്ട് മഞ്ഞ, അല്ലെങ്കിൽ ഭയങ്കര റിഫ്ലക്ഷൻ ഉള്ള ചോപ്പ്, അല്ലെങ്കിൽ ഭയങ്കര കണ്ണടിച്ചു പോകുന്ന രീതിയിലുള്ള കളറുകൾ, ഇങ്ങനെയുള്ള ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. പലരും ചിരിക്കുന്നുണ്ടത് പറയുമ്പോൾ. ദയവ് ചെയ്ത് അങ്ങനത്തെ പരിപാടികൾ ഒഴിവാക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്രണ്ട് ചെന്നിരിക്കുമ്പോഴേ അത് നിങ്ങൾ ഇനി ഒരു ഇന്റർവ്യൂ നടത്തിയ ആളെ എടുക്കാൻ വേണ്ടി നിങ്ങൾ അങ്ങനെ ഒരു പ്രസാരത്തിന്റെ ഭാഗമായിട്ട് ഇരിക്കുമ്പോഴേ നിങ്ങൾക്ക് അതിന്റെ ഓക്വേർഡ്നെസ് മനസ്സിലാവുള്ളൂ. ഈ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ നമ്മൾ ഈ ആന്ധ്രാപ്രദേശിലൊക്കെ ചില കല്യാണം നടക്കുമ്പോൾ ഭയങ്കരമായിട്ടുള്ള കട്ട
കറുത്ത മഞ്ഞയും കുറെ ഈ ഗ്ലിറ്ററിങ് സാധനമൊക്കെ ഇട്ട് ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ടി വിയിലൊക്കെ കാണാറുണ്ടല്ലോ, അല്ലെങ്കിൽ രശ്മിക മദ്ദാന കല്യാണത്തിന് ഇട്ട ഉടുപ്പൊക്കെ പോലെ തിളങ്ങുന്ന സാധനങ്ങളുണ്ടല്ലോ. ദയവ് ചെയ്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ടുകൊണ്ട് പോകാതിരിക്കുക. ഞങ്ങൾ ചിരിക്കുന്നുണ്ട്, എനിക്ക് ചിരി വരുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ കാണുന്നതാണ്. നമ്മൾ രമേഷ് പിഷാരടി ഒരു സിനിമയിൽ അച്ഛൻ ഐശ്വര്യ കിടക്കുമ്പോൾ ഷർവാണി കൊണ്ടുവരുന്ന ഒരു സീനില്ലേ, ഏതാണ്ട് അതുപോലെ ഇരിക്കും നമ്മൾ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മളെ തന്നെ ഏറ്റവും മനോഹരമായി പ്രസന്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ പറഞ്ഞത് ഗൂഗിളിലൊന്നും ഇത് പ്രശ്നമല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒന്നും പ്രശ്നമായിരിക്കില്ല. അത് പറയുന്നത് അത് മൾട്ടിനാഷണൽ കോൺഗ്ലോമറേറ്റ് വലിയ വലിയ ജയൻസ് ആണ്, അവരതിനുള്ള ഫ്രീഡം കൊടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ നാട്ടിലുള്ള ഒരു ആശുപത്രിയിലോ അല്ലെങ്കിൽ ഒരു കമ്പനിയിൽ, ഞാൻ അതാണ് ആദ്യം പറഞ്ഞത്, നമ്മൾ പോകുന്ന ഓർഗനൈസേഷൻ ഒന്ന് റിസർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ പോകാൻ എന്ന് പറഞ്ഞതിന്റെ ആവശ്യം അതാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയി നിങ്ങൾക്ക് തോന്നുന്ന ഡ്രസ്സിങ് സ്റ്റൈൽ ഏതാണ് അത് പാലിച്ചുകൊണ്ട് നിങ്ങൾ പോവുക. ഇപ്പൊ ടീച്ചിങ് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ ചിലർ സാരി എടുത്തുകൊണ്ട് പോകണമാണ്. സാരി എടുത്തുകൊണ്ട് പോകണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചിലർക്ക് സാരി എടുക്കുന്നതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ. ജീവിതത്തിൽ ഇന്നേ വരെ സാരി എടുക്കാത്ത ഒരാൾ ഇന്റർവ്യൂവിന്റെ അന്ന് സാരി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്റർവ്യൂവിലായിരിക്കില്ല ശ്രദ്ധ, ഈ സാരി അഴിഞ്ഞു പോകാതെ എങ്ങനെയും തിരിച്ച് വീട്ടിൽ എത്രയെന്നുള്ള ഒരു ശ്രദ്ധ ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്നേ വരെ ഷൂസ് ഇടാത്ത ഒരുത്തൻ ഇന്റർവ്യൂവിന്റെ അന്ന് ഷൂസ് ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ ദിലീപ് ഒരു സിനിമയിൽ പാന്റ് ഇട്ടിട്ട് ഇങ്ങനെ കാല് നീട്ടി നോക്കുന്നില്ലേ, ആ അവസ്ഥയിലായിരിക്കും നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ ഇന്നേ വരെ ഒരു പ്രൊഫഷണൽ ടൈ കെട്ടാത്ത ഒരാൾ ഈ സാധനം കെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ ചെന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പണി ഇതിങ്ങനെ വലിച്ചിടുക എന്നുള്ളതായിരിക്കും. ടൈ കെട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ടൈ നിങ്ങൾക്ക് ഒന്നാമത്തേക്ക് നമ്മുടെ കാലാവസ്ഥയ്ക്ക് പറ്റിയ സാധനമല്ല ഈ ഷൂസും ടൈയും കോട്ടും. പക്ഷെ ഈ അങ്ങനെ കോട്ടിട്ട് പോകണം അല്ലെങ്കിൽ ടൈ കെട്ടി പോകണം എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 10 ദിവസത്തെ വേണ്ട ഒരാഴ്ച മുമ്പെങ്കിലും നിങ്ങൾ അതിനുള്ള ഒരു ട്രെയിനിങ് എടുക്കണം. അന്ന് രാവിലെ, കാര്യം നമ്മൾ ഇല്ലാത്ത കാശ് മുടക്കി പോയി നല്ല ഷൂസും ബ്രാൻഡഡ് ഷൂസും ടൈയും കോട്ടൊക്കെ മേടിച്ചിട്ട് അന്ന് രാവിലെ ഈ സാധനം പുട്ടും കടലയും കഴിച്ചിട്ട് ഈ സാധനം ഇട്ട് കഴുത്തിലിട്ട് കെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഇഷ്ടം ഉണ്ടാവും. നമ്മൾ ഈ ടൈയിലായിരിക്കും നമ്മുടെ ശ്രദ്ധ. നമ്മുടെ കാലുകൾ എങ്ങനെയെങ്കിലും ഈ ഷൂസിന്റെ ഒന്ന് എടുത്താൽ മതി. അത് തന്നെ അമർ അക്ബർ ആന്റണി മൂവിയിലാണ്, ഷൂസിൽ നിന്ന് ഊരിയാൽ മതി എന്നുള്ള ചിന്തയായിരിക്കും. അതൊക്കെ നിങ്ങൾ അൺകംഫർട്ടബിൾ ആയി ഫീൽ ചെയ്യിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത് നേരത്തെ എത്തുക എന്നുള്ളത് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ കറക്റ്റ് ആയിട്ടുള്ള ഡ്രസ്സിംഗ് ഉള്ളത്. പിന്നെ വേറൊരു കാര്യം, അത് നമ്മൾ ഈ ഇന്റർവ്യൂവിന് മാത്രമല്ല പരീക്ഷയ്ക്കൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി പോരുന്ന ചേട്ടനോടോ ചേച്ചിയോടോ നമ്മൾ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു. ചോദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അത് ഒരു കണക്കിന് നല്ലതുമാണ്, ഒരു കണക്കിന് അത് ചീത്തയുമാണ്. കാരണം ഞാൻ ഈ പരീക്ഷാ പരിശീലനത്തിന് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഈ കഴിഞ്ഞ SLC ബാച്ചിന് മാർച്ചിൽ നടന്ന SLC പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ പിള്ളേരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അന്നത്തെ പരീക്ഷ കഴിഞ്ഞു, ആ പരീക്ഷ വിട്ടേക്കുക. ഇന്നിപ്പോ കെമിസ്ട്രി പാടായിരുന്നെങ്കിൽ ചിലപ്പോൾ നാളെ മാത്തമാറ്റിക്സ് എളുപ്പമായിരിക്കാം. കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പിന്നെ ചർച്ച ചെയ്യുന്നതുകൊണ്ട് യാതൊരു കഥയില്ല. അത് ഇനി നിങ്ങൾ ചർച്ച ചെയ്യാം. 30-ാം തീയതി എല്ലാ പരീക്ഷയും കഴിഞ്ഞിട്ട് ഏപ്രിലിൽ ചുമ്മാ ഇരിക്കുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ നിങ്ങൾ ചർച്ച ചെയ്തു. എല്ലാം ചർച്ച ചെയ്തിട്ട് കാര്യമില്ലാന്ന് ഞാൻ പറയാറുണ്ട്. ഇന്റർവ്യൂവിലും അങ്ങനെ ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കൊരു ഏകദേശ ധാരണ കിട്ടാനൊക്കെ നല്ലതാണ്, പക്ഷെ ഇറങ്ങി വരുന്നവൻ സത്യം പറയുമെന്നുള്ളതിന് നമുക്ക് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാരണം ഞാൻ നന്നാവുന്നത് നിങ്ങൾക്കോ നിങ്ങൾ നന്നാവുന്നത് എനിക്കോ ഇഷ്ടമല്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇറങ്ങി വരുന്ന ആളുകളോട് ജസ്റ്റ് ഒക്കെ ഒന്ന് സംസാരിക്കുക എന്നുള്ളതല്ലാതെ അവരങ്ങനെയാണ് ചോദിച്ചത്, അപ്പൊ താങ്കൾ എന്താണ് പറഞ്ഞത്, അപ്പൊ അവരിങ്ങനെ ചോദിച്ചു അല്ലേ, അപ്പൊ നമ്മൾ മനസ്സിൽ കണക്ക് കൂട്ടും, ഇവൻ ഇങ്ങനെ പറഞ്ഞെങ്കിൽ അപ്പൊ തന്നെ നമ്മൾ ChatGPT ചോദിക്കും ഇങ്ങോട്ട് ചോദ്യം വന്നാൽ എന്ത് പറയണം. അപ്പൊ നമ്മൾ പിന്നെ അത് എന്നോട് ആ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചുകൊണ്ട് പോകും. വെറുതെ പോകാനേ ഉള്ളൂ. അവർ ചോദ്യങ്ങൾ മാറ്റി ചോദിക്കുന്ന എല്ലാ ഇന്റർവ്യൂ ബോർഡിലും അവര് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറ്റും. ഇനി ഒരാളോട് ചോദിച്ച ചോദ്യം തന്നെ നമ്മൾ പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകൾ അത്ര പൊട്ടന്മാരൊന്നും അല്ല. ഇവരിത് കുറെ കാലമായിട്ട് ഈ പരിപാടി ചെയ്യുന്നതാണ്. നമ്മുടെ ടീച്ചർമാർ പറയില്ലേ, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത്, ഞാനും ആലോചിച്ചിട്ടുണ്ട് നമ്മുടെ ടീച്ചർമാർ പറയുമ്പോൾ ആരൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് എന്ന് എനിക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്ന്. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ സദസ്സിന് മുന്നിൽ നിൽക്കുമ്പോൾ ഇന്റർവ്യൂ ബോർഡിൽ പോയിരിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ എത്ര പേര് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവിടെ മനസ്സിലൂടെ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ മുഖത്ത് നോക്കിയാൽ അറിയാം. ചിലരിങ്ങനെ വെറുതെ മിഴിയിങ്ങും മനമങ്ങുന്നുള്ള രീതിയിൽ വെറുതെ ഇരിക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷെ കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആളുകൾ, കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യുന്ന ആളുകളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിനെ ഒരു 50-50 ചാൻസിലേക്കാണ് വിടുന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിക്കാം. പിന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ആദ്യം വന്നവനും അവസാനം വന്നവനും എന്തായാലും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ആദ്യം വന്നവനോട് ചോദിച്ച ചോദ്യം തന്നെ ഈ 10-40 പേരോട് ചോദിക്കുകയാണെങ്കിൽ ഉണ്ടാകാവുന്ന ഒരു ഓക്വേർഡ്നെസ് ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാ കാലത്തും ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്നവർ
സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് ഉൾപ്പെടെ ക്വസ്റ്റ്യനുകൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ഏതെങ്കിലും ഒക്കെ എടുത്തെടുത്താണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് എനിക്ക് മുമ്പ് പോയ ആളോട് ഇത് ചോദിച്ചു എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ അയാൾ അതിന് അങ്ങനെ മറുപടി പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, അപ്പൊ അയാൾ പറയും ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അവർ ചിരിച്ചായിരുന്നു, അവർക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടായിരിക്കില്ല ചിരിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി, നിങ്ങളുടെ ഒരു കോൺസെപ്റ്റ്, നിങ്ങളുടെ ഒരു ഐഡന്റിറ്റിയോട് ചേർന്ന് നിൽക്കുന്ന കാര്യങ്ങളുമായിട്ട് നിങ്ങൾ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പെർഫോം ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത് കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളതാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്താണെന്നറിയോ, ഞാൻ ജോലി ചെയ്യുന്ന ഓഫീസിൽ തന്നെ 1-2 ആളുകളുണ്ട്. ഈ ആളുകളോട് ഞാനത് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുകളെ ഞാൻ കളിയാക്കാൻ നിങ്ങൾ വിചാരിക്കരുത്. ഞാനത് തുറന്നു പറയുന്നു എന്നുള്ളത് കൊണ്ട് എന്നോടൊരു വിമിഷ്ടം നിങ്ങൾക്ക് തോന്നരുത്. 1-2 പേര് ഇവരോട് നമുക്ക് ഒരു മിനിറ്റിൽ കൂടുതൽ സംസാരിക്കാൻ പറ്റില്ല. എന്താണെന്നറിയാമോ, നമ്മൾ ഇവര് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മുഖത്തുനിന്ന് ആയിരിക്കും ചിലപ്പോൾ ഇവർ നോക്കുന്നത്. ഇത് കഴിഞ്ഞ് ഇവരുടെ കണ്ണുകൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് നമ്മുടെ കാല് വരെ പോകും. എന്നിട്ട് കാലിൽ നിന്ന് വീണ്ടും സ്കാൻ ചെയ്ത് മുകളിലേക്ക് വരും. ഞാൻ പറയുന്നത് ഭയങ്കര ബോറാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഒരാളുമായിട്ട് 1-to-1 കോണ്ടാക്റ്റിൽ 1-to-1 പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ പഠിക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിക്കും, നിങ്ങൾ ഒരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കേണ്ടതിന് പകരം ഈ താഴേക്കുള്ള നമ്മുടെ ഈ ആപാത ചൂടം കാല് വരെയുള്ള സ്ഥലങ്ങളിലേക്ക് നോക്കി നിന്ന് സംസാരിക്കുന്ന ഒരു അത് ആ ആളുകൾ, എന്റെ ഓഫീസിൽ 2 പേരുണ്ട് അങ്ങനെ. ഞാൻ പലപ്പോഴും അവരെ പല രീതിയിലും പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ഭയങ്കര മോശമാണെന്നുള്ളത്. അവരെ സ്കാനിങ് മെഷീനാണ് ഓഫീസിൽ വിളിക്കുന്നത് തന്നെ. വേറൊന്നുമല്ല, എന്നോട് എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹപ്രവർത്തകർ പറഞ്ഞതാണ്, ഈ പറയുന്ന 2 ആളുകളും ബാക്കിൽ വന്ന് നിന്നാൽ പോലും ചിലപ്പോൾ നമുക്ക് ആ ഫീല് കിട്ടും. കാരണം ഇവര് ബാക്കും ഇങ്ങനെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ അതുകൊണ്ട് അതൊരു ഭയങ്കര നെഗറ്റീവായിട്ടുള്ള ഇംപ്രന്റ് ആണ് ഇന്റർവ്യൂ ബോർഡിൽ മുന്നിൽ കൊടുക്കുക. നിങ്ങൾ കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കുക. ഒരു ഇന്റർവ്യൂ ബോർഡിൽ 5 പേരുണ്ടെങ്കിൽ ഈ 5 പേരുടെയും കണ്ണിൽ നോക്കി എന്ന് കരുതി ടേബിൾ ഫാൻ പോണ പോലെ ഇങ്ങോട്ട് ഇങ്ങനെ എപ്പോഴും കാണിക്കണം എന്നല്ല പറയുന്നത്. ആരാണോ ചോദ്യം ചോദിച്ചത് ആ ചോദ്യം ചോദിച്ചതിനുള്ള മറുപടി കൊടുക്കുമ്പോൾ ആദ്യം അയാളുടെ കണ്ണിൽ നോക്കി തുടങ്ങുക. എന്നിട്ട് പതുക്കെ ബാക്കിയുള്ളവരുടെ മുഖത്ത് അവരെ കൂടി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്. അല്ലാതെ അങ്ങേയറ്റത്തിരിക്കുന്ന ഒരാളെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങേയറ്റത്തെ ആളെ നോക്കിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് ഇംപ്രന്റ് ഉണ്ടാവും. ആരാണ് ചോദ്യകർത്താവിനോടുള്ള മറുപടി ആയിട്ട് തുടങ്ങുക. അതിനുശേഷം പതുക്കെ പ്രസന്റായി തിരിച്ചുകൊണ്ട് ബാക്കിയുള്ളവരുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കുക. എന്ന് കരുതി എപ്പോഴും അങ്ങനെ ഇങ്ങനെ കാണിക്കണമെന്നല്ല, അതും ഒരു ഓക്വേർഡ് ആയിട്ടുള്ള കാര്യമാണ്. കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിക്കുക എന്നുള്ളത് ഇന്റർവ്യൂവിനെ സംബന്ധിച്ച് വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതൊക്കെ തമാശയായിട്ട് ആർക്കും തോന്നരുത്. നിങ്ങൾ ആരും തമാശയായിട്ട് എടുത്തിട്ടില്ല. പക്ഷെ ഇതൊക്കെ പല ഇന്റർവ്യൂ ബോർഡിലും നമുക്ക് മാർക്ക് പോകുന്നത് ഇത്തരം കാര്യങ്ങൾക്കാണ്. അതേപോലെ തന്നെ മേശപ്പുറത്താണ് കൈവയ്ക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഇട്ട് കാണിച്ചുകൊണ്ടിരിക്കരുത്. അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട്, പിന്നെ വേറൊരു പ്രശ്നം, അധികവും ലേഡീസിനാണ് ആ പ്രശ്നം, കയ്യിൽ ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ടാവും. അത് എവിടെയെങ്കിലും കളഞ്ഞിട്ട് ഇന്റർവ്യൂ ബോർഡിന് മുമ്പിൽ കയറാവുള്ളൂ. ഈ ഹാൻഡ് കർച്ചീഫും ചുറ്റി പിടിച്ചുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിലേക്ക് പോകരുത്. ആണുങ്ങളാണെങ്കിൽ പിന്നെ ഏതെങ്കിലും പോക്കറ്റിലൊക്കെ അവർ തിരികെ കയറ്റി വെച്ചിട്ടുണ്ടാവും. പലർക്കും ഈ ചുരിദാറൊക്കെ ഇട്ട് പോകുമ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഹാൻഡ് കർച്ചീഫ് വെക്കാൻ സ്ഥലം ഉണ്ടാവില്ല. നമ്മളത് അറിയില്ല. നമ്മളെ ടെൻഷൻ ഇടയ്ക്ക് നമ്മൾ ഈ കർച്ചീഫും ചുറ്റി പിടിച്ചുകൊണ്ടായിരിക്കും നമ്മൾ കയറുന്നത്. വളരെ ഓക്വേർഡാണ്. നിങ്ങൾ ഈ മൂക്ക് ഉടക്കുകയും നിങ്ങളുടെ നെറ്റിയിലെ നേർപ്പ് ഉടക്കുകയും ചെയ്യുന്ന ഈ കർച്ചീഫും പിടിച്ചുകൊണ്ട് ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ ഒരു കാരണവശാലും പോകരുത്. അത് ആർക്കും നിങ്ങളെ പറ്റി ഒരു ഗുഡ് ഇംപ്രഷൻ ഉണ്ടാക്കില്ല. അതുകൊണ്ട് ആ കർച്ചീഫ് ഒക്കെ എവിടെയെങ്കിലും ഒതുക്കി വെച്ച് ഹോളിന് പുറത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാഗിൽ സൂക്ഷിച്ചിട്ടോ ആ ഫയലുമായിട്ട് നിങ്ങൾ പോവുക. മറ്റൊരു കാര്യം കൂടി ഉള്ളത്, നിങ്ങൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സ് അത് കൃത്യമായിരിക്കണം. അതായത് നിങ്ങളെ സ്കൂൾ ടൈം മുതലുള്ള സാധനങ്ങളെല്ലാം ആ കറക്റ്റ് ആ ഫോൾഡറിൽ അതിന്റെ അസെൻഡിങ് ഓർഡറിൽ തന്നെ കൃത്യമായിട്ട് വെക്കണം. SLC ബുക്ക് ചോദിക്കുമ്പോൾ ഡിഗ്രി സപ്ലി എഴുതിയ സാധനം ഒന്നും എടുത്ത് കൊടുത്തേക്കരുത്. ചിലർക്കുണ്ട്, ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, TC വരെ എടുത്ത് കാണിച്ച ആൾക്കാരുണ്ട് ടെൻഷൻ മൂത്തിട്ട്. അതായത് ഒരു ഫയലിൽ എല്ലാം കൂടി വാരിയിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോ എന്താ പഠിച്ച PG കഴിഞ്ഞു സാർ, ഓക്കെ, PGയുടെ എന്താ സർട്ടിഫിക്കറ്റ് കിട്ടും? ഇല്ല. പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് എടുക്കും. ഈ വെപ്രാളത്തിനിടയ്ക്ക് ഇവൻ എടുത്തത് TC ആണ്, കോളേജിൽ നിന്നുള്ള TC സാർ എന്ന് പറഞ്ഞ് കാണിച്ചു. എന്റെ നാട് ഇവിടെ കോതമംഗലം അടുത്താണ്. കോതമംഗലത്ത് ഒരു ജോബ് ഫെയർ നടന്നപ്പോ കോവിഡിന് മുമ്പാണ്, 2019 തോന്നുന്നു, ഒരു വലിയ ജോബ് ഫെയർ അവിടെ വിമലഗിരി എന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ, ആ സ്കൂളിൽ വെച്ച് നടന്നു. അപ്പോൾ ഒരു കമ്പനിയിൽ ഇങ്ങനെ ഇന്റർവ്യൂ ബോർഡിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവൻ എടുത്തു തന്നത് വെപ്രാളത്തിന്, മെഡിക്കലായ ഒരു പയ്യനാണ്, പക്ഷെ അവന്റെ വെപ്രാളത്തിൽ അവൻ എടുത്തു തന്നത് TC ആണ്. അനില ശരത്ത് കോതമംഗലാണല്ലേ, ഓക്കെ, അപ്പൊ നമ്മളെ ഒരു നാട്ടുകാരാണ്. അപ്പൊ അതുകൊണ്ട് ഈ സാധനങ്ങൾ നിങ്ങളുടെ ഓർഗനൈസർ ഉണ്ടല്ലോ, ഫയലിന്റെ ഫോൾഡറിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്യുന്ന ഓർഗനൈസർ ഉണ്ടല്ലോ, ഇതിൽ കൃത്യമായിട്ട് എന്ത് സാധനം ചോദിച്ചാലും എടുത്ത് കൊടുക്കാൻ പാകത്തിന്
കൃത്യമായിട്ടുള്ള ഒരു അസെൻഡിങ് ഓർഡർ, ഏറ്റവും താഴെ നിന്ന് ഏറ്റവും മുകളിലേക്കുള്ള സാധനങ്ങളായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്തുകൊണ്ട് പോകണം. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് നിമിഷം നമ്മൾ ചെയ്യാമെന്ന് വിചാരിക്കും. പക്ഷെ അതൊന്നും അന്നേരം നമുക്ക് അത് ഇന്റർവ്യൂവിനല്ല. നിങ്ങൾ എപ്പോഴായാലും നിങ്ങൾ ഓർഗനൈസറിൽ ഒരു സാധനം സൂക്ഷിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള 100-200 രൂപ കൊടുത്തു കഴിഞ്ഞാൽ 200-250 രൂപ കൊടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഓർഗനൈസർ ഫയൽസ് നിങ്ങൾക്ക് കിട്ടും. അതിന് നിങ്ങൾ കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ, എടുക്കുന്ന സാധനം തിരിച്ച് അവിടെ തന്നെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതെല്ലാ കാലം അവിടെ ഇരുന്നോളും. ഏതൊരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആ സാധനം കൊടുക്കാൻ പറ്റും. അപ്പൊ അതും ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യമുള്ളത്, ഈ കസേര വലിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാരുണ്ട്. ഈ കസേര വലിക്കുമ്പോൾ ഒരു കരകരാന്നൊരു ഒച്ച കേൾക്കും. ഈ ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ പോയിരിക്കുന്ന സമയത്ത് ഈ കസേര അത് നമുക്കൊരു പ്രാക്ടീസിന്റെ പ്രശ്നമാണ്. ചിലർ ചെന്നിട്ട് നിന്നിട്ട് ഈ കാലുകൊണ്ട് കസേര ഒരു തട്ടലെന്ന് കിട്ടും പോരാൻ നേരത്ത്. അതായത് എഴുന്നേറ്റ് നിന്നിട്ട് കാലുകൊണ്ട് കസേര അങ്ങ് തള്ളിയിട്ടിട്ട് പോരുന്ന സ്വഭാവമുണ്ട്. അത് ഒരിക്കലും ചെയ്യരുത്. അതേപോലെ ചെന്ന് ഇരുന്നിട്ട് ആ റൂമിലുള്ള ടൈൽസ് പോറാൻ ഭാഗത്തിന്റെ കരാന്ന് കസേര വലിച്ചിട്ടരുത്. അത് എനിക്കറിയാം, ഞാനത് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു കസേര എങ്ങനെയാണ് വലിയ പരിക്കില്ലാതെ ഒരു ഫ്ലോറിലൂടെ നമ്മൾ വലിച്ചിടുക എന്നുള്ള സാധനം ഉണ്ടല്ലോ, അതൊക്കെ അതുപോലത്തെ കസേര അവരവർ ഇട്ടുള്ളൂ. കാരണം നിങ്ങൾ എങ്ങനെ ഇരിക്കുന്നു, നിങ്ങൾ അതിനെങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ കസേര അവർ ഇടുള്ളൂ. അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും. മറ്റൊരു കാര്യമുള്ളത്, ഡോറ് തുറന്ന് ചെല്ലുമ്പോൾ ഒന്ന് ചിരിച്ചു കൊണ്ട് ചെല്ലുക. ഡോറ് തുറന്ന് തറയിലേക്ക് നോക്കിയിട്ടല്ല ചെല്ലേണ്ടത്. ഡോറ് തുറക്കുമ്പോൾ നിങ്ങളുടെ ഐസൈറ്റ് പോകേണ്ടത് ഇന്റർവ്യൂ ബോർഡിൽ ഇരിക്കുന്ന ആളുകളിലേക്കാണ്. ചിലർ ഞാനീ പറഞ്ഞല്ലോ, ഷൂസൊക്കെ ആദ്യമായിട്ട് ഇടുന്നവരായിരിക്കും, സാരിയൊക്കെ ആദ്യമായിട്ട് എടുക്കുന്നവരായിരിക്കും. ഈ കുന്ത്രാട അഴിഞ്ഞു പോകുമെന്നുള്ള പേടിയിൽ ഇങ്ങനെ താഴേക്ക് നോക്കി ഡോറ് തുറന്ന് അവിടം വരെ ഇങ്ങനെ നോക്കി പോയിട്ട് അവിടെ ചെന്ന് കൂട്ടിയിരിക്കാറാകുമ്പോഴാണ് ഹലോ സാർ ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഡോറ് തുറന്ന് നിങ്ങൾ കയറുമ്പോൾ തന്നെ നിങ്ങളുടെ ഐ കോണ്ടാക്ട് പോകേണ്ടത് അവിടെ ഇരിക്കുന്ന ആളുകളുടെ മുഖത്തേക്കായിരിക്കണം. അതൊരു പോസിറ്റീവ് സാധനമാണ്. ഒരു ചെറിയൊരു പുഞ്ചിരി മനസ്സിലല്ല മുഖത്തുണ്ടാവുക, ഒരു വിഷ്, ഗുഡ് മോർണിംഗ്. പിന്നെ ചില ആളുകളുണ്ട്, ഉച്ച കഴിഞ്ഞുള്ള ഇന്റർവ്യൂ ആണെങ്കിലും പോയി ഗുഡ് മോർണിംഗ് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു കാരണവശാലും ചെയ്തേക്കരുത്. പലപ്പോഴും കാണാം, വൈകുന്നേരം 4 മണിക്കാണ് ഇന്റർവ്യൂവിലും ഡോറ് തുറന്നിട്ട് ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും, അല്ലെങ്കിൽ ഓൺലൈൻ ആണെങ്കിൽ ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയും. ഒരിക്കലും ചെയ്യരുത്. ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്ത് എങ്ങനെയാണ് നമ്മൾ ഗുഡ് മോർണിംഗ് പറയുന്നത്? ഇനി ഒരു പ്രഭാതം വരണമെങ്കിൽ ഈ രാത്രി കഴിഞ്ഞിട്ട് ഒരു പ്രഭാതം വരുള്ളൂ. അപ്പൊ ഒരു 12 മണിക്ക് മുമ്പുള്ള സമയമാണ്, ഒരു 11:45 വരെയൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഗുഡ് മോർണിംഗ് പറയാം. 12 മണിക്ക് ശേഷമാണെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ പറയാം. ഒരു 3 മണിക്ക് 3:30 ശേഷമാണെങ്കിൽ നമുക്കൊരു ഗുഡ് ഈവനിങ് പറയാം. അല്ലാതെ വൈകുന്നേരമാണ് ഇന്റർവ്യൂവിൽ പോയി ഗുഡ് മോർണിംഗ് പറയരുത്. പലപ്പോഴും പല ക്ലാസ്സുകളിലും ചില ആളുകൾ പറഞ്ഞു പറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഒരാളെ ഒരു ദിവസം എപ്പോൾ കണ്ടാലും ഗുഡ് മോർണിംഗ് പറയാം. ഇന്നിപ്പോ ഈ ഏപ്രിൽ 27-ാം തീയതി തിങ്കളാഴ്ച ഈ നേരത്തെ നിങ്ങൾ ഒരാളെ കണ്ട ഗുഡ് മോർണിംഗ് പറയുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഗുഡ് മോർണിംഗ് പറയേണ്ടത് രാവിലെയാണ്, ഗുഡ് ആഫ്റ്റർനൂൺ പറയേണ്ടത് ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ്, ഗുഡ് ഈവനിങ് പറയേണ്ടത് ആഫ്റ്റർനൂണിന് ശേഷം ഉച്ചയ്ക്കും വൈകുന്നേരത്തിനും ഇടയിലുള്ള രാത്രിക്കിടയിലുള്ള സമയത്തിനാണ് നമ്മൾ ഗുഡ് ഈവനിങ് പറയേണ്ടത്. പിന്നെ പോരുമ്പോൾ ഒരു താങ്ക് യു പറയാൻ മടിക്കേണ്ട കാര്യമൊന്നുമില്ല. താങ്ക് യു പറഞ്ഞ് എല്ലാവരുടെയും മുഖത്ത് നോക്കി ചിരിച്ചിട്ട് വേണം ഇറങ്ങിപ്പോരാൻ. ഞാൻ പറഞ്ഞ ചിരിക്കുന്നു പറഞ്ഞാൽ എല്ലാ പല്ലും വെളിയിൽ കാണിച്ചിരിക്കണമെന്നല്ല, ഒരു ചെറിയ പുഞ്ചിരി. നമ്മൾ പോസിറ്റീവ് സാധനത്തിൽ തുടങ്ങിയ ഒരു സാധനം ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അതിനൊന്നും നമുക്ക് 5 പൈസയുടെ മുടക്കില്ല. നമുക്ക് കിട്ടുന്ന എക്സ്ട്രാ ആഡ് ഓൺ പോയിന്റ്സ് ആണ്, ആഡ് ഓൺ ബെനിഫിറ്റ്സ് ആണ്, ആഡ് ഓൺ മാർക്സ് ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് പോസിറ്റീവായിട്ട് ചിരിച്ചുകൊണ്ട് കയറി നമ്മളെ പല രീതിയിലും അവർ കശക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിക്കാം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് ഒരു ഉത്തരം പോലും പറയാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും അവരെ പ്രാഗി, അവരെ ദേഷ്യപ്പെട്ട് പോരാതെ ചിലപ്പോൾ ഒരു ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടും. കാരണം അവരെല്ലാം അതുപോലത്തെ ചോദ്യങ്ങളെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയാം നമുക്കൊന്നും പറയാനുള്ള അറിവ് നമുക്കില്ല. പക്ഷെ നമുക്ക് അതിനുള്ള സ്കില്ലുണ്ടോ? നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ, ആ ക്വസ്റ്റ്യനുകളൊക്കെ നമ്മൾ 3-ാമത്തെ ദിവസം നമ്മുടെ ഒരു കംപ്ലീറ്റ് ഡേ എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ നമ്മൾ ചോദ്യോത്തരങ്ങളാണ്, എങ്ങനെയാണ് ചോദ്യങ്ങൾ നേരിടേണ്ടതെന്നുള്ള സെഷനാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പോ 9 മണി ആയിരിക്കുന്നു. നിങ്ങൾക്ക് മെസ്കുന്നുണ്ടാവും, എനിക്കും മെസ്കുന്നുണ്ട്. എന്തായാലും നല്ല റെസ്പോൺസ് ഉള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ഞാനിതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ടാണ് ഇന്നത്തെ കാര്യങ്ങൾ പറഞ്ഞത്. നാളെ നമ്മൾ ഇതിന്റെ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ടുള്ള ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്റർവ്യൂവിനെ എങ്ങനെയാണ് ശാസ്ത്രീയം, ഇതൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ പറഞ്ഞത്. പ്രീ ഇന്റർവ്യൂ എന്ന് വേണ്ടി നമുക്ക് ഇനി പറയാം. ഇനി നാളെ നമ്മൾ ഇന്റർവ്യൂവിനകത്തിരുന്നു കൊണ്ട് എങ്ങനെയാണ് നമ്മൾ ഇന്റർവ്യൂവിനെ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഞാനിന്ന് കുറച്ച് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു. നമ്മൾ ലിങ്ക്ഡിന്റെ കാര്യം പറഞ്ഞു, പത്രം വായിക്കുന്നതിന്റെ കാര്യം പറഞ്ഞു, ജോബ് ഹണ്ട് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം പറഞ്ഞു, കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് വർത്തമാനം പറയേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു, ഇംഗ്ലീഷ് സിനിമകളും പോഡ്കാസ്റ്റുകളും പത്രങ്ങളും വായിക്കേണ്ടതിന്റെ ആവശ്യകതയെ പറ്റി പറഞ്ഞു. അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും കാര്യങ്ങളും ഒക്കെ നമുക്കധികം സമയമില്ല, ഇന്ന് മര്യാദയ്ക്ക് കിടന്നുറങ്ങി നാളെ സമാധാനമായി എഴുന്നേറ്റ് എന്തെങ്കിലും ഒരു പുതിയ കാര്യം നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് നിങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള ഒരു ബെനിഫിറ്റ് വരുന്ന ദിവസങ്ങളിൽ, വരുന്ന മാസങ്ങളിൽ നിങ്ങൾക്ക് ഉണ്ടാകും. ഏതായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമുക്ക് കൃത്യം 7:30 തന്നെ കാണാം. നല്ല പങ്കാളിത്തം ഉണ്ട്. നാളെയും നമ്മൾ ഈ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. അപ്പൊ നാളെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ഇന്റർവ്യൂ ബോർഡിന് മുന്നിൽ നമ്മൾ എങ്ങനെയാണ് വളരെ സയന്റിഫിക് ആയിട്ട് കാര്യങ്ങൾ നേരിടേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇൻട്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊന്നും നാളെ ഉണ്ടാവില്ല. നാളെ ടു ദ കോർ ഇന്റർവ്യൂ കാര്യങ്ങളാണ്. മറ്റന്നാളാണ് നമ്മൾ 1-to-1 ചോദ്യോത്തരങ്ങളിലേക്ക് നമ്മൾ പോകുന്നത്. ഓക്കെ, താങ്ക് യു. കുറെ പേര് താങ്ക് യു പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. നല്ല ഓഡിയൻസ് ആണ്. എന്തായാലും സ്മാർട്ട് ശ്രീയിൽ കിട്ടുന്ന ഓഡിയൻസ് ഒക്കെ എനിക്ക് എല്ലാ ബാച്ചും നല്ല ബാച്ചാണ്. നിങ്ങൾ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ബാച്ചാണ്. കീപ് ദ സ്പിരിറ്റ്സ് ഹൈ. ഗുഡ് നൈറ്റ്. സമാധാനമായി ഉറങ്ങുക. നാളെ കാണാം.